നമസ്കാരം. ക്ഷേമ പെൻഷൻ മുടങ്ങിയതും മരുന്ന് ക്ഷാമവും നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. ക്ഷേമ പെൻഷൻ കമ്പനി വഴിയുള്ള ബജറ്റിന് പുറത്തെ വായ്പ തടസ്സപ്പെട്ടതാണ് പെൻഷൻ പ്രതിസന്ധിക്ക് കാരണമെന്നും കേന്ദ്രത്തിന്റെ നിലപാട് തിരുത്താൻ യോജിച്ച് ശബ്ദമുയർത്തണമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു. വരുമാനമില്ലാത്ത കമ്പനി വായ്പ എടുക്കുന്നതിലെ അപകടം മുൻപ് തന്നെ ചൂണ്ടിക്കാട്ടിയതാണെന്നും അതിപ്പോൾ അനുഭവിക്കുകയാണെന്നും വി ഡി സതീശൻ തിരിച്ചടിച്ചു. ഇന്ന് സൂപ്പർ പ്രൈം ടൈം ചർച്ച ചെയ്യുന്നത് പെൻഷൻ മുടക്കിയതാരാണ് എന്നാണ്. ധനമന്ത്രിയുടെ വാദങ്ങളിൽ കഴമ്പുണ്ടോ? പാവങ്ങളുടെ ദുരിതം കാണുന്നില്ലേ? കേന്ദ്രം കനിയാത്തതാണോ പ്രതിസന്ധിക്ക് കാരണം? ഈ ചർച്ചയിൽ എന്നോടൊപ്പം ശ്രീ കെ എസ് ശബരിനാഥൻ, കോൺഗ്രസ് ശ്രീ കെ അരുൺകുമാർ, CPM ശ്രീ JR പത്മകുമാർ, BJP എന്നിവർ. ചെറിയൊരു ഇടവേള, അതിനുശേഷം ചർച്ചയിലേക്ക്. ആദ്യം ശ്രീ അരുൺകുമാർ, ക്ഷേമ പെൻഷനുകളും ക്ഷേമ പരിപാടികളൊക്കെ എപ്പോഴും ഇടതുപക്ഷം ഫ്ലാഗ്ഷിപ്പ് പ്രോഗ്രാമുകളായി പറയുന്ന, ഞങ്ങൾ വ്യത്യസ്തരാണ് എന്ന് ഉദാഹരിക്കാൻ ചൂണ്ടിക്കാണിക്കുന്ന കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നോക്കൂ, ക്ഷേമ പെൻഷൻ കിട്ടണം എന്ന് പറഞ്ഞിട്ട് പിച്ചെടുത്ത് സമരം ചെയ്യുന്ന വയോധികരായ ആളുകൾ. മറിയക്കുട്ടിക്ക് 86 വയസ്സാണ് പ്രായം. ഇവിടെ ചക്കിട്ടപ്പാറയിൽ നോക്കൂ, ഒരു മനുഷ്യൻ, അദ്ദേഹം സ്ട്രോക്ക് വന്ന് ശാരീരിക ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളാണ്, വയോധികനാണ്. മകൾ 47 വയസ്സുള്ള മകൾ ഭിന്നശേഷിക്കാരാണ്. ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്ത മനുഷ്യൻ ഒടുവിൽ ആത്മഹത്യയാണ്. അപ്പോൾ സർക്കാർ വിശദീകരിക്കുന്നത് 2023 24,400 രൂപ ഞങ്ങൾ ആകെ പെൻഷനായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മരണം അങ്ങനെ പെൻഷൻ മുടങ്ങിയതുകൊണ്ടാണെന്ന് പറയാൻ കഴിയില്ല, മുമ്പ് അദ്ദേഹം ആത്മഹത്യാ ശ്രമം നടത്തിയിട്ടുണ്ട് എന്നൊക്കെയാണ്. ഇവിടുത്തെ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാതെ പെൻഷൻ മുടങ്ങുന്നു. ആളുകൾക്ക് ഈ 1600 രൂപയെങ്കിൽ 1600 രൂപ ഏറ്റവും നീഡി ആയിട്ടുള്ള ആളുകൾക്ക് അതാത് മാസം കയ്യിൽ കിട്ടാത്തത് ഉണ്ടാക്കുന്ന വലിയ വൈഷമ്യത്തെ ഇങ്ങനെ നിസ്സാരവൽക്കരിക്കേണ്ടതുണ്ടോ? മിസ്റ്റർ അഭിലാഷ്, ഇത് ഒരു സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ അല്ലല്ലോ. കാരണം ഗവൺമെന്റ് ക്ഷേമ പദ്ധതികളുടെ ഭാഗമായി നടപ്പാക്കുന്ന പെൻഷനാണ്. 1980 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആദ്യമായി പെൻഷൻ അനുവദിച്ചത്. അന്ന് 2,94,000 പേർക്ക് കർഷക തൊഴിലാളി പെൻഷൻ 45 രൂപ വീതമാണ് അനുവദിച്ചത്. അതിനുശേഷം കാലാകാലങ്ങളിൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരാണ് ആ പെൻഷൻ വർദ്ധിപ്പിച്ചത് എന്ന് നമുക്കറിയാം. UDFന്റെ കാലത്ത് നാമമാത്രമായിട്ടുള്ള വർധനവാണ് ഉണ്ടായത്. ഈ ഗവൺമെന്റ് ഒന്നാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 600 രൂപയായിരുന്ന പെൻഷൻ നേരെ 1000 രൂപയാക്കി വർദ്ധിപ്പിച്ചു. 1100 ആക്കി, 1300 ആക്കി, 1400 ആക്കി, അങ്ങനെ 1600 വരെ എത്തി. ആ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്തു വന്നതാണ്. ഇപ്പോൾ 2-3 മാസത്തെ കുടിശ്ശികയുണ്ട്. ആ പെൻഷൻ ഓണത്തിനും ക്രിസ്തുമസിനും വിഷുവിനും എല്ലാം ഉത്സവ സീസണിലും എല്ലാം ബൾക്കായി വലിയ തുകയായി വർദ്ധിപ്പിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഈ കോവിഡിന്റെ പ്രതിസന്ധി കാലഘട്ടങ്ങളിലെല്ലാം പെൻഷൻ നമ്മൾ ഇപ്പോൾ അടുത്ത കാലത്ത് മറ്റൊക്കെ കുടിശ്ശിക കൊടുത്തതാണ്. കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് ബൾക്കായി കൂട്ടിക്കൊടുത്തു എന്ന് പറയരുത്. അല്ല, ഞാൻ പറയാം, കൃത്യമായി പറയാം. 2017 ഈ ഗവൺമെന്റ് 1100 രൂപയാക്കി. 2016 ഈ ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ പെൻഷൻ 600 നിന്ന് നേരെ 1000 രൂപയാക്കി. 2017 അത് 1100 രൂപയാക്കി. 2019 1200 രൂപയാക്കി. 2020 1400 ആക്കി. 2022 ആയപ്പോഴേക്കും അത് 1600 ആയി. അങ്ങക്ക് നിഷേധിക്കാൻ പറ്റുമോ ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ 600 നിന്ന് 1600 രൂപയായി മാറിയെന്നും 5 വർഷം കൊണ്ട് 1000 രൂപയുടെ വർധനവ് ഒരു വ്യക്തിക്ക് ഉണ്ടായി എന്നുള്ളത് നിഷേധിക്കാൻ പറ്റില്ലല്ലോ. കാരണം അതൊരു യാഥാർത്ഥ്യമാണ്. കോവിഡ് കാലത്തെ പ്രതിസന്ധി 2020 1400 ആയിരുന്നു, അത് 1600 ആയി. വീട്ടിലെത്തിച്ചു കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. അടുത്ത കാലത്ത് ഞങ്ങൾ 1000 രൂപ വർദ്ധിപ്പിച്ചു. 600 നിന്ന് 2016 600 നിന്ന് 2024 ആകുമ്പോഴേക്ക് 1600 രൂപയായി വർദ്ധിപ്പിച്ചു. സമ്മതിച്ചു, അത് വസ്തുതയാണല്ലോ, അതിനോട് തർക്കമൊന്നുമില്ല. പക്ഷേ 2016 കറണ്ട് ബില്ല് എത്രയായിരുന്നു? 2016 വെള്ളക്കരം എത്രയായിരുന്നു? 2016 1 കിലോ അരിക്ക് എത്ര രൂപ കൊടുക്കണമായിരുന്നു? 2016 പച്ചക്കറി വാങ്ങാൻ ഒരു മനുഷ്യന് എത്ര ചെലവാക്കണമായിരുന്നു എന്നുകൂടി ബന്ധിപ്പിച്ചിട്ട് ആലോചിച്ചാലേ ഞങ്ങളിപ്പോൾ 1000 രൂപ കൂട്ടിക്കൊടുത്തില്ലേ എന്ന് പറയുന്നതിന്റെ യുക്തി മനസ്സിലാവുള്ളൂ. അല്ല, അങ്ങ് കണക്ക് കൂട്ടണം. ഈ കേരളത്തിലെ ജനസംഖ്യയിൽ 6 പേരെ എടുത്താൽ അതിലൊരാൾക്ക് പെൻഷൻ കൊടുക്കുന്നുണ്ട്. 3.5 കോടിയാണ് ഈ കേരളത്തിന്റെ ജനസംഖ്യ. അതിൽ 67 ലക്ഷം പേർക്ക് പെൻഷൻ കൊടുക്കുകയാണ്. UDFന്റെ കാലത്ത് 7.5 വർഷം മുമ്പ് വെറും 32 ലക്ഷം പേർക്കാണ് പെൻഷൻ കൊടുത്തത്. അതിന്റെ ഇരട്ടിയിലധികം പെൻഷൻ കൊടുക്കുന്നുണ്ട്. ഞാനത് കൂടുതൽ ന്യായീകരിക്കുകയല്ല. അടുത്ത കാലത്തുണ്ടായിട്ടുള്ള പ്രതിസന്ധി എനിക്കും താങ്കൾക്കും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവർക്കും എല്ലാം ബോധ്യമുണ്ട്. കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും നാം പണം നന്നായി റോള് ചെയ്ത് കടമെടുത്ത് ആ കടം വിനിയോഗിച്ച് കൃത്യമായി കടം തിരിച്ചടച്ച് നന്നായി റോള് ചെയ്ത് പോയിക്കൊണ്ടിരുന്നതാണ്. എന്നാൽ കിഫ്ബിയുമായി ബന്ധപ്പെട്ടുകൊണ്ടും പെൻഷൻ ഫണ്ട് ബോർഡുമായി ബന്ധപ്പെട്ടുകൊണ്ടും പണം കണ്ടെത്തുമ്പോൾ അത് കേരളത്തിന്റെ പൊതുകടമായി വിലയിരുത്തി ആ കടമെടുക്കുന്ന തോതിൽ വലിയ കുറവ് വരുത്തി കേരളത്തെ മാത്രം ബാധിക്കുന്ന തരത്തിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് മാറ്റിയതിനെ നിഷേധിക്കാൻ നമുക്ക് കഴിയുമോ?
കേന്ദ്ര ഗവൺമെന്റിന് കടമെടുക്കാൻ കഴിയുന്നതും സംസ്ഥാന ഗവൺമെന്റിന് കടമെടുക്കാൻ കഴിയുന്നതും GDP-യുടെ 3%. എന്നാൽ കേന്ദ്രം കടമെടുക്കുന്നത് 6.8%. മറ്റ് അയൽവക്ക സംസ്ഥാനങ്ങൾ 4%, 4.5%, 5% കടമെടുക്കുമ്പോൾ കേരളത്തിന്റെ കടമെടുക്കാനുള്ള തോത് അനുവദിച്ചത് 3% ആണെങ്കിൽ അത് 2.5% വെട്ടിക്കുറച്ചു. എന്തേ മറ്റു സംസ്ഥാനങ്ങൾക്ക് വെട്ടിക്കുറയ്ക്കാത്തത്? അവിടെയും കിഫ്ബിക്ക് സമാനമായിട്ടുള്ള സംവിധാനങ്ങളില്ലേ ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തുന്നത്? ഇപ്പൊ ദേശീയപാത അതോറിറ്റി ബഡ്ജറ്റിന് പുറത്ത് പണം കണ്ടെത്തുന്ന 12 ലക്ഷം കോടി രൂപ കടമുള്ള സംവിധാനമല്ലേ? ഒരുപാട് ചർച്ച ശരിയാണ്. NHAI വായ്പ എടുത്തിട്ടാണ് റോഡ് പണിയുന്നത്. NHAI വായ്പ എടുത്ത് റോഡ് പണിന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ആ റോഡിൽ കയറുക? ടോൾ കൊടുത്തിട്ടല്ലേ? ഓരോ ടോൾ ഗേറ്റിലും ഇപ്പൊ എത്രയാ പൈസ? അപ്പൊ NHAI വായ്പ എടുത്ത് ഈ റോഡ് പണിതാൽ ആ റോഡ് പണിയുന്ന പണം, അതായത് വായ്പ എടുത്ത പണം NHAIക്ക് ജനറേറ്റ് ചെയ്യാൻ കഴിയും. അവരത് വായ്പയുടെ പലിശയായിട്ടും വായ്പയായിട്ടും തിരിച്ചടയ്ക്കും. അപ്പോൾ അവിടെ ആ പ്രശ്നം കഴിഞ്ഞു. ഈ പെൻഷൻ കമ്പനി നോക്കും 35,154 കോടി രൂപ LDF സർക്കാർ 5 വർഷം കൊണ്ട് വിതരണം ചെയ്തെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അത് വളരെ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ആണല്ലോ. 35,154 കോടിയും ഈ സർക്കാരിന്റെ കാലത്തെ എമൗണ്ട് കൂടെ കൂട്ടി 59,112 കോടി രൂപ ക്ഷേമ പെൻഷനായി വിതരണം ചെയ്തു. ഇത് വായ്പ എടുത്ത് കൊടുത്താലുള്ള പ്രശ്നം നോക്കൂ. ഇത് ഒരു മൂലധന ചെലവല്ല. ഈ കടം എങ്ങനെ തിരിച്ചടയ്ക്കും? ഈ കടം ഇത് ഉൽപാദനപരമായിരുന്നെങ്കിൽ, പ്രൊഡക്റ്റീവായ ഒരു കാര്യത്തിനായിരുന്നുവെങ്കിൽ, അതായത് പൈസ ജനറേറ്റ് ചെയ്യുന്ന ഒരു കാര്യത്തിനായിരുന്നു ഈ കടം എടുത്തതെങ്കിൽ കടം എടുക്കുന്നത് ഓക്കെയാണ്. ഈ കടം എങ്ങനെ തിരിച്ചടയ്ക്കാനാണ്? നിങ്ങളിങ്ങനെ എല്ലായിടത്തും കടം വാങ്ങിച്ചിട്ട് ഇപ്പോൾ 1,600 രൂപ കൊടുക്കാം, പിന്നെ 2,500 രൂപ കൊടുക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സംവിധാനം എത്ര കാലം ഓടും? അതെ മിസ്റ്റർ അഭിലാഷ്, പശ്ചാത്തല വികസന രംഗത്തു പണം മുടക്കുന്നതിനെയും അതുപോലെ വികസന പ്രവർത്തനങ്ങൾക്ക് പണം കൊടുക്കുന്നതിനെയും ക്ഷേമ പദ്ധതികൾക്ക് പണം മുടക്കുന്നതും ഒരേപോലെ ഒരേ ത്രാസിൽ തൂക്കാൻ പാടില്ല. പശ്ചാത്തല വികസന രംഗത്ത് നമ്മൾ പണം മുടക്കിയാൽ ഭാവി വികസനത്തിന്റെ ഭാഗമായി ആ പണം തിരിച്ചു കിട്ടും. അതുപോലെ വികസന പദ്ധതികൾക്ക് കൊടുക്കുമ്പോൾ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനായാലും തുറമുഖമായാലും വിമാനത്താവളമായാലും അത്തരത്തിൽ പണം തിരിച്ചു കിട്ടും. പക്ഷെ ഒരു ക്ഷേമ രാഷ്ട്രത്തിൽ ശരിക്കും പറഞ്ഞാൽ ക്ഷേമ പദ്ധതികൾക്ക് വേണ്ടി പണം വിനിയോഗിച്ചാൽ അത് അത്തരത്തിൽ തന്നെ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയോടെയല്ല നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ 1,600 രൂപ പെൻഷൻ 2 മാസത്തെ കുടിശ്ശികയായി 3,200 രൂപ ഒരു സാധാരണ കർഷക തൊഴിലാളിക്ക് കിട്ടിയാൽ അവൻ നേരെ മാർക്കറ്റിലേക്ക് പോകും. പച്ചക്കറി വാങ്ങിക്കും, പലവ്യഞ്ജനം വാങ്ങിക്കും, അതുപോലെ തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും കളിപ്പാട്ടം വാങ്ങിക്കും. അങ്ങനെ അവൻ മാർക്കറ്റിൽ മുടക്കും. ശരിക്കും സാമ്പത്തികമായ സംക്രമണം നന്നായിട്ട് നടക്കും. വിപണി ശരിക്കും അനങ്ങും. ഈ രാജ്യത്തെ സമ്പന്നരുടെ കയ്യിൽ പണം കിട്ടിയാൽ അത് അവിടെ ഇരിക്കുകയുള്ളൂ, ബാങ്കിലേക്ക് നിക്ഷേപിക്കുകയുള്ളൂ. സാധാരണക്കാരന്റെ കയ്യിൽ പണം കിട്ടിയാൽ ഈ സാമ്പത്തിക മാന്യത്തിന് ഏറ്റവും നിതാന്തമായിട്ടുള്ള മാറ്റം, പൂർണ്ണമായിട്ടുള്ള മാറ്റം വരികയും സമ്പദ് വ്യവസ്ഥ ചലിക്കുകയും അത് പണമായി തന്നെ തിരിച്ചു വരികയും അത്തരത്തിൽ ക്ഷേമരാഷ്ട്ര സങ്കല്പമാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. അത്തരത്തിൽ പണം മുടക്കാനുള്ള അവസരം നിഷേധിക്കുന്നു ഈ കേരളത്തിന് മാത്രം. അപ്പോൾ ആ മെയിൻ പ്രശ്നത്തെ അഡ്രസ് കടക്കാൻ കഴിയൂ. അതുകൂടി മാർക്കറ്റിൽ ഉറപ്പാക്കും. അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതാണ് CPM-ന്റെ ആംഗിൾ. ഇവിടെ നോക്കൂ, ശ്രീ KS ശബരിനാഥ്, സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നു പെൻഷൻ കൊടുക്കാൻ വേണ്ടി കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒരു കമ്പനി രൂപീകരിച്ചു. ആ കമ്പനി പണം കടമെടുത്ത് അത് റോൾ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് കൃത്യമായി എല്ലാ മാസവും വായ്പ കൊടുത്തു പോകുന്ന സമ്പ്രദായത്തിലേക്ക് നമ്മൾ വന്നു. അപ്പോൾ എല്ലാ മാസവും ഈ 1,600 രൂപ അർഹരായ ആളുകൾ പെൻഷൻ വാങ്ങിച്ചാൽ അത് അവർക്ക് ആശ്വാസകരമാവുന്ന ഒരു സാഹചര്യമായിരുന്നു. ഇപ്പോൾ ഈ കമ്പനിക്ക് വായ്പ എടുക്കാനുള്ള സാഹചര്യമില്ല. ഓഫ് ബജറ്റ് ബോറോവിങ്ങിന് കടുത്ത നിയന്ത്രണം കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നതോടുകൂടി ഒന്നും വയ്യാത്ത അവസ്ഥയായി. ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല, എങ്ങനെ പണം കൊടുക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതിനെതിരെ, അതായത് കേന്ദ്രത്തിന്റെ ഈ നിയന്ത്രണത്തിനെതിരെ യോജിച്ച പ്രക്ഷോഭം വേണം, പ്രതിപക്ഷം ശബ്ദം ഉയർത്തണമെന്നൊക്കെ ഇന്ന് ധനമന്ത്രി ആവശ്യപ്പെട്ടു. എന്തുകൊണ്ടാണ് കോൺഗ്രസിന് അത് സ്വീകാര്യമല്ലാത്തത്? അഭിലാഷ്, നമ്മൾ ഇന്ന് ഈ വിഷയം ചർച്ച ചെയ്യുന്നത് നിയമസഭയിൽ പ്രിയങ്കരനായിട്ടുള്ള ശ്രീ PC വിഷ്ണുനാഥ് വളരെ ശക്തമായിട്ട് ഈ വിഷയം ഇന്ന് നിയമസഭയിൽ ഉന്നയിച്ചത് കൊണ്ടാണ്. ആ അടിയന്തര പ്രമേയത്തിൽ നമ്മൾ ഊന്നി പറഞ്ഞത് കർഷകനായിട്ടുള്ള കോഴിക്കോടുള്ള ശ്രീ ജോസഫിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. മുൻകൂറായിട്ട് അദ്ദേഹം പഞ്ചായത്തിൽ വന്നും സർക്കാർ ഉദ്യോഗസ്ഥരോടും തനിക്ക് പണത്തിൻ്റെ ക്ഷാമമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, പെൻഷൻ കിട്ടണം, ഇല്ലെങ്കിൽ തൻ്റെ ആത്മഹത്യയിലേക്ക് നയിക്കും എന്ന് പറഞ്ഞൊരു വ്യക്തി അത് കഴിഞ്ഞ് ഏകദേശം 1 മാസത്തിനുള്ളിൽ ആത്മഹത്യ ചെയ്യുമ്പോൾ ആ മരണത്തിന് മുമ്പ് അദ്ദേഹം ഒരാളെ കൊണ്ട് എഴുതിപ്പിച്ച ഒരു ആത്മഹത്യാ കുറിപ്പിൽ ഞാൻ ഈ ആത്മഹത്യ ചെയ്യുന്നതിൻ്റെ കാരണം എനിക്ക് ക്ഷേമ പെൻഷൻ ലഭിക്കാത്തതാണ് എന്ന് അദ്ദേഹം ഒരു മരണസമയത്ത് മരണമൊഴി പോലെ പറഞ്ഞൊരു വിഷയത്തിൽ കോൺഗ്രസ് നടത്തിയ പ്രക്ഷോഭങ്ങളാണ് അടിസ്ഥാനത്തിലാണ് ഇന്ന് നമ്മൾ നിയമസഭയിൽ ഈ വിഷയം ഉന്നയിച്ചത്. അതിലാദ്യം ഏറ്റവും വലിയ അക്ഷന്തവ്യമായിട്ടുള്ള തെറ്റ് കേരളത്തിൻ്റെ ധനകാര്യമന്ത്രി ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഇന്ന് ആ ആത്മഹത്യയ്ക്ക് കാരണം പെൻഷനല്ല എന്ന് പറഞ്ഞ് അതിനെ ന്യായീകരിക്കുകയായിരുന്നു.
ഒരാൾ മരണപ്പെട്ടതിന് ശേഷം നമ്മുടെ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ സാമൂഹിക ചുറ്റുപാടും കുടുംബത്തിലെ സാഹചര്യം നമ്മൾ കണ്ടതാണ്. അദ്ദേഹത്തിന് വയ്യാത്തൊരു മകളുണ്ട്, ആ കുട്ടിയെ പിടിച്ച് കണ്ട് ഏതോ ഒരു കെയർ ഹോമിലാക്കിയിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ മരണപ്പെട്ടു, അദ്ദേഹം വികലാംഗനാണ്. അങ്ങനെ ഒരു വ്യക്തി മരണപ്പെട്ട ശേഷം ഇന്ന് ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ നിയമസഭയെയും പൊതുസമൂഹത്തെയും തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹത്തിന് 28,000 രൂപ അദ്ദേഹത്തിന് തൊഴിലുറപ്പിൽ നിന്ന് കിട്ടി, അതുകൊണ്ട് അദ്ദേഹം ആത്മഹത്യ ചെയ്തതല്ല എന്ന് പറയുന്ന രീതിയിലേക്ക് കേരളത്തിലെ ധനകാര്യ വകുപ്പ് മന്ത്രി പറഞ്ഞത് ആദ്യം നമ്മളെല്ലാം കേരള പൊതുസമൂഹം തല താഴ്ത്തി തന്നെ കേൾക്കേണ്ട ഒരു കാര്യമാണ്. രണ്ടാമത്തെ കാര്യം, ഇവർ പറഞ്ഞ ശ്രീ അരുൺകുമാർ അടക്കം പറഞ്ഞ കാര്യം എത്രയോ പ്രാവശ്യം നിയമസഭയ്ക്കകത്തും പുറത്തും ഈ ചാനൽ അടക്കമുള്ള സ്ഥലങ്ങളിൽ ക്ഷേമ പെൻഷനുകളുടെ ശരിയായിട്ടുള്ള കണക്ക് ഞാൻ അടക്കമുള്ള കോൺഗ്രസ് പാനലിസ്റ്റ് അവതരിപ്പിച്ചതാണ്. ഇവിടെ ശ്രീ അരുൺകുമാർ പ്രസംഗിച്ച് തുടങ്ങിയപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താണ്, 1980-കളിൽ തുടങ്ങിയത് അതിൽ ഒരു ഇടതുപക്ഷ സർക്കാരിൻ്റെ ഒരു സൗജന്യത്തിൻ്റെ ഒരു മട്ടുണ്ട്. ഒരു സർക്കാരിൻ്റെ സൗജന്യമല്ല, ഒരു സർക്കാരിൻ്റെ ഔദാര്യമല്ല ക്ഷേമ പെൻഷൻ. ഒരു ക്ഷേമരാഷ്ട്രത്തിൽ നമ്മുടെ ഡയറക്ടർ പ്രിൻസിപ്പിൾസ് അനുസരിച്ച് എല്ലാ സർക്കാരുകളും ചെയ്യുന്ന ഒരു ക്ഷേമ പെൻഷൻ കേരളത്തിൽ തുടങ്ങിയപ്പോൾ മാറി മാറി വന്ന സർക്കാരുകൾ കൂടിക്കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾ ഇപ്പോഴും അതിനെ കാണുന്നത് നിങ്ങൾ പാവങ്ങൾക്ക് ഇട്ടുകൊടുക്കുന്ന പണമായിട്ടല്ല, നിങ്ങളുടെ ഔദാര്യമല്ല, അത് സാധാരണക്കാരുടെ അവകാശമാണ്. പിന്നെ എന്താണ് പറഞ്ഞത്, ഇടതുപക്ഷ സർക്കാരുകൾ മാത്രം വന്നാണ് പെൻഷൻ കൂട്ടിയത്. നിങ്ങളുടെ പിണറായി വിജയൻ മുഖ്യമന്ത്രി ആവുന്നതിന് മുമ്പ് 2006 മുതൽ 2011 വരെ കേരളം ഭരിച്ചിരുന്നത് സഖാവ് VS അച്യുതാനന്ദനാണ്. ശ്രീ VS അച്യുതാനന്ദൻ പടിയിറങ്ങുമ്പോൾ കേരളത്തിൽ കൊടുത്തിരുന്ന പെൻഷൻ 300 രൂപയാണ്. 300 രൂപ 400 രൂപയാക്കി ഓർഡർ ഇറക്കിയാണ് അദ്ദേഹം അവസാന നിയമസഭയിൽ 2011 മത്സരിക്കാൻ പോയത്. അന്ന് കേരളത്തിൽ വെറും 16 ലക്ഷം, ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങളുടെ ക്യാപ്സ്യൂളല്ല, നിങ്ങളുടെ തന്നെ മന്ത്രി ശ്രീമതി OS അംബികയ്ക്ക് കൊടുത്ത മറുപടിയാണ്, നിങ്ങളുടെ തന്നെ കഴിഞ്ഞ ഫിനാൻസ് മിനിസ്റ്റർ ശ്രീ M സ്വരാജ് MLA കൊടുത്ത മറുപടിയാണ്. VS സർക്കാരിൻ്റെ സമയത്ത് 16 ലക്ഷമായിരുന്ന പെൻഷൻ വെറും 300 രൂപയായിരുന്ന പെൻഷൻ ഉമ്മൻചാണ്ടി സർക്കാർ വന്നപ്പോൾ നിങ്ങൾ 400 രൂപയാക്കി ഇത് കൂട്ടി, പടിപടിയായി കൂട്ടി. ഉമ്മൻചാണ്ടി സർക്കാർ പോകുന്ന സമയത്ത് 2016 1100 പോയി. നിങ്ങളുടെ സർക്കാർ വന്ന് 1100 നല്ല കാര്യം, എല്ലാ വർഷവും കൂട്ടി. അല്ല, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 1100 വാർദ്ധക്യകാല പെൻഷൻ 75 വയസ്സിന് മുകളിലുള്ള ആളുകൾക്കാണ് കേട്ടോ. അതിലേക്ക് വരാം. അതെ, അതിലേക്ക് വരാം. ഞാൻ പറഞ്ഞത് 16 ലക്ഷം ആൾക്കാരിൽ നിന്ന് 33, ഞാൻ പറയട്ടെ, 16 ലക്ഷം ആൾക്കാരിൽ നിന്ന് ഉമ്മൻചാണ്ടി സർക്കാരിന്, ഞാൻ പറയട്ടെ, 16 ലക്ഷത്തിൽ നിന്ന് 33 ലക്ഷം ആളുകളിലേക്ക് ആ ഒരു പെൻഷൻ നെറ്റ് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് കൂട്ടി. നിങ്ങളുടെ സമയത്ത് 33 ലക്ഷത്തിൽ നിന്ന് എൻ്റെ കയ്യിലുള്ള കണക്കുകൾ പ്രകാരം 49 ലക്ഷം ആളുകളാണ് ഇന്ന് സാമൂഹിക പെൻഷനുകൾ മേടിക്കുന്നത്. അപ്പോൾ അച്യുതാനന്ദൻ്റെ സമയത്തിലെ 16 ലക്ഷം 33 ലക്ഷമാകുന്നു. നിങ്ങൾ വന്നപ്പോൾ അതിനെ ബ്രോഡ് ബേസ് ചെയ്തുകൊണ്ട് 33 ലക്ഷം 48-49 ലക്ഷം. അരുൺകുമാറിൻ്റെ 66 ലക്ഷം എന്നുള്ള കണക്ക് എനിക്ക് തോന്നുന്നു മറ്റ് പെൻഷനുകൾ ഉൾപ്പെടെയാണ്, കെട്ടിട നിർമ്മാണ തൊഴിലാളി പൈസയാണ്. അതുപോലെ അല്ല, ക്ഷേമനിധിയിലെ അഭിലാഷ തമാശ അറിയാമോ, ഇവർ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിക്കുന്ന പാവപ്പെട്ട ആളുകളുടെയും നിർമ്മാണ തൊഴിലാളികളുടെ അല്ലേ. 11 മാസമായി, ഇപ്പോൾ 1 വർഷമായി ഈ പാവപ്പെട്ട ക്ഷേമനിധിയിലുള്ള ആളുകൾ അവർ സ്വന്തം അധ്വാനിച്ച് ഇവിടുത്തെ INTC-കാരനും CUT-കാരനും BMS-കാരൻ്റെ ഒക്കെ പണമാണ്. 1 വർഷമായിട്ട് ക്ഷേമനിധിയല്ല, കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്കുള്ള പെൻഷൻ കിട്ടിയിട്ടില്ല. പിന്നെ ഞാൻ അടുത്ത പോയിന്റിലേക്ക് വരാം. ഇനിയാണ് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു വാദം. ഇവർ പറയുന്ന ഒരു ഇരവാദം, കേന്ദ്ര സർക്കാരിൻ്റെ തെറ്റുകൾക്കെതിരെയുള്ള ഇരവാദം, അതിനെ ഭാഗികമായി ഞാൻ അംഗീകരിക്കുന്നു. പക്ഷേ ഇതേ സമയത്ത് ഇടതുപക്ഷം എപ്പോഴും പറയുന്ന നറേറ്റീവ് ഉണ്ട്, കേന്ദ്ര സർക്കാരിൻ്റെ പണം കൊണ്ടല്ല നമ്മൾ പെൻഷൻ കൊടുക്കുന്നത്, കേരള സർക്കാരിൻ്റെ നിശ്ചയദാർഢ്യം കൊണ്ടാണ് പെൻഷൻ കൊടുക്കുന്നത്. ആ പെൻഷൻ കൊടുക്കുന്നത് ചോദിക്കട്ടെ, ഏത് ഇടതുപക്ഷ സിദ്ധാന്തത്തിലാണ് പെൻഷൻ കൊടുക്കുന്നത് ഒരു ഫണ്ട് കൊടുക്കേണ്ടത്? പെൻഷൻ കൊടുക്കുന്ന സർക്കാരിൻ്റെ പൈസ കൊണ്ടല്ലേ, അല്ലാതെ ഏതെങ്കിലും ഒരു ഫണ്ട് ഉണ്ടാക്കി ആ ഫണ്ട് വെളിയിൽ പോയി മാർക്കറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കിയാണോ പാവങ്ങൾക്ക് പെൻഷൻ കൊടുക്കേണ്ടത്? പെൻഷൻ കൊടുക്കുന്ന സർക്കാരിൻ്റെ ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്തമാണെങ്കിൽ നേരിട്ട് കൊടുക്കണം, അല്ലാതെ ഫണ്ട് ഉണ്ടാക്കി ഫണ്ടിൽ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പെൻഷൻ കൊടുക്കാതിരിക്കട്ടെ. അടുത്തത്, നിങ്ങൾ 5 മാസമായി പെൻഷൻ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ പറയുന്നത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ സമയത്ത് 18 മാസം പെൻഷൻ കൊടുത്തില്ല എന്നുള്ള ഒരു നറേറ്റീവ് നമ്മളിത് പൊളിച്ചതാണ്. 5 മാസമായി നിങ്ങൾ പെൻഷൻ കൊടുത്തിട്ടില്ല. പിന്നെ അതിനു മുമ്പ് അഭിലാഷ് ഒരു പോയിന്റ് പറഞ്ഞ് പൂർത്തീകരിക്കാം. ഇവർ പറഞ്ഞ എന്താണ്, കഴിഞ്ഞ തവണ ഇവർ വെള്ളക്കരം കൂട്ടി, KSEBിയുടെ കരം കൂട്ടി, കെട്ടിട നിർമ്മാണത്തിനുള്ള കരം കൂട്ടി, സർക്കാരിൻ്റെ എല്ലാ സർവീസുകളും കരം കൂട്ടി, പെട്രോളിന് ഡീസലിനും 2 രൂപ സെസ് കൂട്ടി. പറഞ്ഞ കാരണം എന്താണ്? പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുക്കാൻ. എന്നിട്ട് പാവപ്പെട്ട ആളുകൾക്ക് 5 മാസമായിട്ട് പെൻഷൻ കൊടുക്കുന്നുണ്ടോ? അപ്പോൾ എല്ലാ തരത്തിലുള്ള കരങ്ങളും പണവും കൂട്ടിയിട്ട് അത് പാവങ്ങൾ കൊടുക്കാതെ കേരളീയം പദ്ധതിക്ക് 27 കോടി രൂപ ഇവർ ടെൻഡറില്ലാതെ പദ്ധതി കൊടുത്ത് ഇവിടെ ഇഷ്ടംപോലെ സ്റ്റാഫിനെ നിയമിച്ച് ഇവിടെ പഴയ മന്ത്രിമാരായിരുന്ന ആളുകളെ, കോൺഗ്രസ് ആയിരുന്ന ആളുകളെ അവർക്ക് ശമ്പളവും സ്റ്റാഫും കൂട്ടി ഇന്ന് ധൂർത്ത് കാണിക്കാൻ മാത്രമല്ലാതെ എന്തെങ്കിലും അവർക്ക് സൈദ്ധാന്തികമായിട്ടുള്ള അടിത്തറയിൽ നിൽക്കുകയാണെങ്കിൽ ഫണ്ട് ഇല്ലാതെ നേരിട്ട് എന്ന
വാദം കൂടി പ്രതിപക്ഷത്തിനുണ്ട്. നമുക്ക് ഓരോ വിഷയങ്ങളായി അഡ്രസ് ചെയ്ത് പോകും. അതിനു മുമ്പ് കേന്ദ്ര സർക്കാരിന്റെ നിലപാട് കൂടി. ശ്രീ JR പത്മകുമാർ, എന്തുകൊണ്ട് പെൻഷൻ കൊടുക്കാൻ കഴിയുന്നില്ല സമയത്തിന് എന്ന ചോദ്യത്തിന്റെ ഉത്തരം സർക്കാർ പറയുന്നത് കേന്ദ്രം വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടിരുന്നത് ക്ഷേമ പെൻഷന്റെ കമ്പനി വായ്പ എടുത്തിട്ടാണ്. ഇപ്പോൾ കിഫ്ബിയുടെ വായ്പയും ഈ ക്ഷേമ പെൻഷൻ കമ്പനിയുടെ വായ്പയും സംസ്ഥാനത്തിന് പൊതുകടത്തിന്റെ പരിധിയിൽപ്പെടുത്തിയതോടുകൂടി കൂടുതൽ തുക വായ്പ എടുക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. അപ്പോൾ സ്വാഭാവികമായും പെൻഷൻ മുടക്കുന്നു. ഈ പാവപ്പെട്ട മനുഷ്യരുടെ കഞ്ഞിപ്പാത്രത്തിൽ കല്ലിട്ടത് നിങ്ങളാണോ? അതല്ല, ഈ സാമ്പത്തിക മേഖല ശ്രദ്ധിക്കുന്ന ഏതൊരാൾക്കും അറിയാം, നമുക്ക് ചെലവ് കുറയ്ക്കുകയും വരുമാനം കൂട്ടുകയും ചെയ്താൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ. അപ്പോൾ എങ്ങനെ ഒരു ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെ വരുമാനം കൂട്ടണം, എങ്ങനെ ചെലവ് നമുക്ക് നിയന്ത്രിക്കണം എന്നുള്ളതിനെക്കുറിച്ചൊരു ധാരണ വേണം. ആ ഒരു പ്രാഥമിക ധാരണ ഇല്ലാതെ മുന്നോട്ട് പോകുമ്പോൾ കടം വാങ്ങി, നേരത്തെ തോമസ് ഐസക്കിൻ്റെ ഒരു പോളിസി ആയിരുന്നു, കടം വാങ്ങി നമുക്ക് വളരാം, പക്ഷെ കടം വാങ്ങിയാൽ തളരുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അപ്പോൾ കടം വാങ്ങി വളരാമെന്നുള്ളൊരു പോളിസി വെച്ചിട്ട് മുന്നോട്ട് പോകുമ്പോഴാണ് ഇപ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ സംസ്ഥാനത്തെയും അവരുടെ ഒരു ശക്തമായ ഒരു കേന്ദ്രവും അതുപോലെ തന്നെ ശക്തമായ ഒരു സംസ്ഥാനവും ഉണ്ടെങ്കിൽ ഒരു രാജ്യത്തിന് മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ എല്ലാ സംസ്ഥാനത്തിൻ്റെയും സാമ്പത്തിക സ്ഥിതി വളരെ സസൂക്ഷ്മം വീക്ഷിക്കുകയും അതിനാവശ്യമായ സഹകരണങ്ങൾ നമ്മുടെ ഫിനാൻഷ്യൽ ചട്ടക്കൂടിനകത്ത് നിന്നുകൊണ്ട് എല്ലാ സംസ്ഥാനങ്ങൾക്കും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. നമുക്കറിയാം, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളെ വെച്ചോടും 16ഓളം സംസ്ഥാനങ്ങൾ റവന്യൂ സർപ്ലസ് ആണ്, അവർക്ക് വലിയ സഹായം വേണ്ട. അതേസമയം റവന്യൂ ഡെഫിസിറ്റുള്ള സംസ്ഥാനങ്ങളുണ്ട്, അതിൽ ഉൾപ്പെടുന്നതാണ് കേരളം. അതിന് ആവശ്യമായ റവന്യൂ ഡെഫിസിറ്റ് വരുന്നതിന് സഹായിക്കുന്നത് ഇന്ത്യയിൽ ഈ 15ാം ധനകാര്യ കമ്മീഷൻ മുതൽ ഏറ്റവും കൂടുതൽ റവന്യൂ ഡെഫിസിറ്റ് എമൗണ്ട് കിട്ടാൻ അർഹതയുള്ള കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. പക്ഷേ ഇവിടെയുള്ള ഒരു പ്രശ്നം എന്തെന്ന് വെച്ചാൽ, ഈ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള ഇവരെ ഓഫ് ബഡ്ജറ്റ് ബാറോയിങ് കൂടുതൽ ശ്രദ്ധ പതിക്കുകയും ബഡ്ജറ്റിൽ നിന്നുള്ള വരുമാനം അതിൽ ഉൾപ്പെട്ട നികുതി സമാഹരണം കുറയ്ക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഇവിടെ വരുന്ന ഒരു കാര്യം റിസർവ് ബാങ്കിൻ്റെയും അതുപോലെ CAG-യുടെയൊക്കെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് ഇവർ കടം വാങ്ങും. ഈ ബഡ്ജറ്റിൽ വരുന്ന കടങ്ങൾക്ക് FRBM ആക്ട് അനുസരിച്ച് 3% ഉണ്ട്, ചില സമയത്ത് എക്സെപ്ഷൻ കൊടുക്കാറുണ്ട്. അത് കണ്ടീഷനിലാണ്, ഇന്ന കാര്യങ്ങളൊക്കെ കടമെടുക്കാവൂ എന്ന് പറഞ്ഞുകൊണ്ടാണ് 0.5, 1.5 ഒക്കെ നേരത്തെ കൊടുത്തിട്ടുള്ളത്. അതാണ് അരുൺ നേരത്തെ പറഞ്ഞത്. അത് കണ്ടീഷനിലാണ്, ഇന്ന മേഖലയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇതങ്ങനെയല്ല, ഇവർ ചെയ്യുന്നത് ട്രഷറി പൂട്ടേണ്ട ഒരു അവസ്ഥ വരും. ട്രഷറി പൈസ ഇല്ല, സാലറി കൊടുക്കാൻ നിവൃത്തിയില്ല, പെൻഷൻ കൊടുക്കാൻ നിവൃത്തിയില്ലാതെ വരുമ്പോൾ പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് കടമെടുപ്പിക്കും. ഒരു ഉദാഹരണം വെബ്കോ നമുക്കറിയാം, ലാഭത്തിൽ പൊയ്ക്കൊണ്ടിരുന്ന നമ്മുടെ എത്രയോ ശതമാനം ടാക്സ് സാധനങ്ങൾക്ക് ടാക്സ് ഏർപ്പെടുത്തി ലാഭത്തിൽ പോകേണ്ട ഒരു സ്ഥാപനമാണ് വെബ്കോ. അവരെ കൊണ്ട് ആവശ്യമില്ലാതെ കടമെടുപ്പി. ഇപ്പോൾ 1600 കോടി കടമാണ്. ഈ എടുക്കുന്ന പൈസ അവർക്ക് ആവശ്യമില്ലെങ്കിൽ പോലും ആ പൈസ കൊണ്ടുവന്ന് ട്രഷറിയിലിടും. ആ ട്രഷറിയിലിടുമ്പോൾ ട്രഷറി സ്റ്റേബിൾ ആവും. അപ്പോഴത്തേക്ക് അവർക്ക് മറ്റ് ട്രഷറി പൂട്ടാതെ രക്ഷപ്പെട്ടു പോകാൻ പറ്റും. അങ്ങനെ കടമെടുക്കുന്ന ഒരു അവസ്ഥ CAG-യുടെ റിപ്പോർട്ടിലും അതുപോലെ ശ്രദ്ധയിൽ പെട്ടപ്പോഴാണ് കേന്ദ്ര ഗവൺമെൻറ് അതിന് റെസ്ട്രിക്ഷൻ കൊണ്ടുവന്നത്. കാരണം FRBM ആക്ട് നമ്മൾ നിലവിലുള്ള നിയമം പാലിച്ചേ പറ്റൂ. ആ പാലിക്കാതെ വരുന്ന ഒരു സാഹചര്യത്തിൽ ഈ ബഡ്ജറ്റിൽ ഈ ബാറോയിങ് ഇത് വരുന്നതിനെ സംബന്ധിച്ച് ബഡ്ജറ്റിലില്ലാതെ ഔട്ട്സൈഡ് ബാറോ ചെയ്യുന്ന പൊതുമേഖലാ സ്ഥാപനങ്ങളെ കൊണ്ട് വരുന്നത് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ പൊതുകടത്തിൻ്റെ ഇതിലേക്ക് വരും. അതിന് പ്രധാന ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമ്മുടെ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ അവസ്ഥ അനുസരിച്ച് നോക്കുമ്പോൾ സാലറിയും പെൻഷൻ കൊടുക്കാൻ തന്നെ 80,000 കോടി രൂപ വേണം. സാലറിയും പെൻഷൻ, ഇൻട്രസ്റ്റ് നമ്മുടെ റവന്യൂ ചെലവിൻ്റെ ഏകദേശം 48% വരും. നമ്മുടെ വരുമാനത്തിൻ്റെ ഒരു 53% അത് വരുന്നത്. ഒരു വർഷം നമുക്ക് ഈ ഇൻട്രസ്റ്റ് കൊടുക്കാൻ തന്നെ 24,000 കോടിയിൽ കൂടുതൽ രൂപ വരെയാണ്. കഴിഞ്ഞ 21, 22, 23, 24 ആകുമ്പോൾ അത് 26,000, 27,000 കോടിയിലേക്ക് വരികയാണ്. അപ്പോൾ പലിശ ഇങ്ങനെ അനുദിനം വർദ്ധിച്ചു വരികയും നമുക്ക് വരവ് കുറയുകയും ചെയ്യുമ്പോൾ നമുക്ക് സാമ്പത്തികമായി തകർച്ചയിലേക്ക് പോകും. അപ്പോൾ അത് നമ്മുടെ രാജ്യത്തിന്, ഒരു സംസ്ഥാനത്തിൻ്റെ പ്രശ്നമാണെങ്കിലും രാജ്യത്തിൻ്റെ പൊതു താല്പര്യത്തെ അത് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് അതിൽ റെസ്ട്രിക്ഷൻ വരുന്നത്. മാത്രമല്ല, ഈ പറയുന്ന ഗവൺമെൻറ് കൊടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ചിട്ടയായി കൊടുക്കുന്നുണ്ട്. ക്ഷേമ പെൻഷന് 604 കോടിയാണ് ഇവർ ആവശ്യപ്പെട്ടത്. 604.14 കോടി രൂപ കൊടുത്തു. ഇതിൻ്റെ ആപ്ലിക്കേഷൻ കൊടുത്തിട്ടുമില്ല. അല്ല, ഒരു മാസം 900 കോടി ആവശ്യമുണ്ട്. കേന്ദ്രത്തിന്റെ ഷെയർ വളരെ തുച്ഛമാണ്. അല്ലല്ല, 604 സാമൂഹ്യക്ഷേമ പെൻഷൻ 604 കോടി രൂപയാണ് കേരളം ആവശ്യപ്പെട്ടത്. വേറെ കൊടുക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ അഭിലാഷ്, നേരത്തെ ശബരിനാഥ് ചോദിച്ചൊരു കാര്യമാണ്.
പെട്രോളിയത്തിന് സെസ് ഏർപ്പെടുത്തിയതിനാ 2 രൂപ വെച്ച് സെസ് ഏർപ്പെടുത്തിയതിനാ സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കാൻ എത്ര രൂപ കളക്ട് ചെയ്തു? നേരെ കഴിഞ്ഞ ബഡ്ജറ്റിൽ തന്നെ അവർ പറഞ്ഞിട്ടുണ്ട് 1150 കോടി രൂപ അധിക നികുതി സമാഹരിക്കും, കാര്യം വെള്ളത്തിനും കറണ്ടിനും ബാക്കി എല്ലാത്തിനും ഒക്കെ കൂട്ടി ഞങ്ങൾ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ട് അത് എത്ര സമാഹരിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് അവർ പറയണം. ഇതൊന്നും പറയാതെ കേന്ദ്രമാണെന്ന് പറഞ്ഞിട്ട് ആളുകളുടെ പ്രാഥമിക ആവശ്യം തട്ടിത്തെറിപ്പിക്കുന്നത് ശരിയല്ല എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇവിടെ ശ്രീ അരുൺകുമാർ, ജനങ്ങളെ സംബന്ധിച്ച്, പാവപ്പെട്ട മനുഷ്യരെ സംബന്ധിച്ച് അവരുടെ നിത്യനിദാന ചെലവുകൾ കഴിഞ്ഞു പോവുക എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന വലിയ കാര്യം. അവരെ സംബന്ധിച്ച് കോപ്പറേറ്റീവ് ഫെഡറലിസം ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കാൻ പോയാൽ അവർക്കത് മനസ്സിലാവില്ല. ജീവിതം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളതാണ് അവരെ സംബന്ധിക്കുന്ന അവരുടെ മൗലികമായ പ്രശ്നം. അപ്പോൾ നോക്കൂ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ മുമ്പ് പറഞ്ഞതാണ്, കഴിഞ്ഞ ദിവസം ഞാൻ ഒരു ഓട്ടോറിക്ഷ കയറി പാറ്റൂരിൽ നിന്ന് ഇവിടെ വഞ്ചിയൂർ വരെ. അപ്പോൾ ആ ഓട്ടോറിക്ഷ ഡ്രൈവർ എൻ്റെ അടുത്ത് സംസാരിക്കുകയാണ്. ഈ പറഞ്ഞ 2 രൂപ, അയാൾ 1 ലിറ്റർ പെട്രോൾ അടിക്കുമ്പോൾ 2 രൂപ സാമൂഹ്യ സുരക്ഷാ പെൻഷനിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ അദ്ദേഹം പറയാണ്, എൻ്റെ സാറേ കറണ്ട് ബില്ല് 450 രൂപയായിരുന്നു മുമ്പൊക്കെ, ഇപ്പോൾ അത് 1400 രൂപയായി. എനിക്കിതാ ഈ വണ്ടി ഓടിച്ച് കിട്ടുന്നത് കൊണ്ട് ഇതും കൂടി പറ്റുന്നില്ല. സ്വാഭാവികമായും അച്ഛനമ്മമാർക്കൊക്കെ കിട്ടുന്ന പെൻഷൻ കൃത്യമായി കിട്ടാത്തതിൻ്റെ പ്രശ്നവും ഉണ്ടാകുമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കറണ്ട് കട്ട് ചെയ്യാൻ പോകാൻ, ഇനി ഇരുട്ടത്തിരുന്നാലും കുഴപ്പമില്ല, ഇതൊന്നും കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എല്ലാത്തിൻ്റെയും വില കൂടുകയാണ്. കറണ്ട് ചാർജ്, വെള്ളക്കരം, അങ്ങനെയുള്ള കാര്യങ്ങളിൽ ആളുകൾ ബുദ്ധിമുട്ടുന്നു. ഈ ഭക്ഷണ സാധനങ്ങളുടെ അതുപോലെ തന്നെ ധാന്യങ്ങളുടെ ഒക്കെ വില കൂടുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ഥിതിവിശേഷത്തിൽ ജനങ്ങൾ അത്യന്തം പ്രയാസത്തിലാണ്. അപ്പോൾ അതിനെ എങ്ങനെ അഡ്രസ്സ് ചെയ്യുമെന്നുള്ളതാണ് ഒരു സർക്കാരിൻ്റെ മുമ്പിലുള്ള പ്രശ്നം. ഒരു പൗരന്റെ വെൽബീയിങ് എന്ന് പറയുന്നത് ഭരണകൂടത്തിന്റെ റെസ്പോൺസിബിലിറ്റി ആണല്ലോ. അഭിലാഷേ, ഈ ഗവൺമെന്റ് 2ാം പിണറായി സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ പ്രകടന പത്രികയിൽ സൂചിപ്പിച്ചത് ഈ പെൻഷൻ 2500 രൂപയാക്കി വർദ്ധിപ്പിക്കണമെന്നാണ്. ആ വർദ്ധിപ്പിക്കാൻ ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല, അതിനു പറ്റിയൊരു സാഹചര്യം സാമ്പത്തികമായി കേരളത്തിൽ ഇല്ല എന്നതുകൊണ്ട് തന്നെയാണ്. ഇപ്പൊ UDFന്റെ പ്രതിനിധി വളരെ നല്ല രീതിയിൽ സംസാരിച്ചു. എന്താണ് UDFും കുറെ ചെയ്തിട്ടുണ്ടെന്ന്. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പെൻഷൻ കൊണ്ടുവന്നത് 1980-ലാണെന്ന് ഞാൻ പറഞ്ഞു. 2 വർഷം കഴിഞ്ഞപ്പോൾ ആ ഗവൺമെന്റ് താഴെ പോയി 82-ൽ. 1982 പകുതി മുതൽ 87 വരെ ഈ കേരളം ഭരിച്ചത് ശ്രീ K കരുണാകരനാണ്, UDF ആണ്. 1 രൂപ നിങ്ങൾ വർദ്ധിപ്പിച്ചോ? അതിനുശേഷം 1991 മുതൽ 96 വരെ 5 വർഷം നിങ്ങൾ കേരളം ഭരിച്ചു. 1 രൂപയെങ്കിലും നിങ്ങൾ ഈ പെൻഷൻ വർദ്ധിപ്പിച്ചോ? വീണ്ടും നിങ്ങൾ 2001 അധികാരത്തിൽ വന്നു. 2006 വരെ ഒരു 5 പൈസ നിങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചോ? അതായത് 15 വർഷം 3 തവണയായി നിങ്ങൾ കേരളം ഭരിച്ചു. ഒരു 5 പൈസ നിങ്ങൾ വർദ്ധിപ്പിച്ചില്ല. നിങ്ങൾ ആകെ വർദ്ധിപ്പിച്ചത് 2011 മുതൽ 16 വരെയുള്ള ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സമയത്ത് 400 രൂപയായിരുന്നത് 525 രൂപയാക്കി വർദ്ധിപ്പിച്ചു. ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ഇടയ്ക്കൊരു വാചകം പറഞ്ഞല്ലോ, 18 മാസം കുടിശ്ശിക വരുത്തി അന്ന് ശ്രീ ഉമ്മൻചാണ്ടി പുറത്തിറങ്ങിപ്പോയത് ഞങ്ങൾ പല ചർച്ചകളിൽ ഉന്നയിച്ചപ്പോൾ ഏതോ ഒരു ചോദ്യത്തിന്റെ മറുപടി വെച്ച് നിങ്ങൾ ആ മറുപടിയെ ദുർവ്യാഖ്യാനം ചെയ്ത് അങ്ങനെ ഉണ്ടായിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ ശ്രീ അഭിലാഷിന്റെ ഫോണിലേക്ക് ഒരു ചോദ്യത്തിന് മറുപടി അയച്ചിട്ടുണ്ട്. ശ്രീ തോമസ് ഐസക് അന്ന് MLA ആയിരിക്കുമ്പോൾ ചോദിച്ച ചോദ്യത്തിന്റെ മറുപടിയാണ്. അന്ന് ആ ഉത്തരം പറഞ്ഞത് 2015 ജൂൺ മാസത്തിലാണ്. അതിൽ ചോദിച്ചിരിക്കുന്നത് താഴെ കാണുന്ന ചോദ്യങ്ങൾക്ക്, അതിൽ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശികയായിട്ടുണ്ടോ, എത്ര മാസത്തെ എന്നു മുതലുള്ള ക്ഷേമ പെൻഷനുകളാണ് കുടിശ്ശികയായത്? 2015 ജൂണിൽ കൊടുത്ത മറുപടിയാണ്. വാർദ്ധക്യകാല പെൻഷൻ സെപ്റ്റംബർ 2014 മുതൽ 8 മാസം കുടിശ്ശിക. വികലാംഗ പെൻഷൻ 2014 സെപ്റ്റംബർ മുതൽ 8 മാസം കുടിശ്ശിക. വിധവാ പെൻഷൻ 8 മാസം കുടിശ്ശിക. 50 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ അവിവാഹിതർക്കുള്ള പെൻഷൻ 8 മാസം കുടിശ്ശിക. കർഷക തൊഴിലാളികൾക്ക് 10 മാസം കുടിശ്ശിക. ഇത് 2015 ജൂൺ മാസത്തിൽ കൊടുക്കുന്ന മറുപടിയാ. ആ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഡിസംബർ കഴിഞ്ഞ് 2016 ഏപ്രിൽ മാസം വരെ UDF ഭരിച്ചേ. 10 മാസം കൂടി. ആ 10ഉം ഈ ഉത്തരത്തിൽ പറഞ്ഞ 8 മാസവും 18 മാസം കുടിശ്ശിക വരുത്തി. കോടിക്കണക്കിന് രൂപയുടെ കുടിശ്ശിക വരുത്തിയിട്ട് ആ UDF ഇറങ്ങിപ്പോയെ. അല്ല, അങ്ങനെയാണെങ്കിൽ വളരെ ന്യായമായ കുടിശ്ശിക വരുത്തിയിട്ടാണ് ആ കുടിശ്ശിക. ശരി, ഇത്രയും 18 മാസത്തെ കുടിശ്ശിക എന്ന് പറഞ്ഞാൽ എത്ര രൂപ വരും? ഈ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ പുറപ്പെടുവിച്ച ധവളപത്രത്തിൽ പറയുന്നത് 806 കോടി രൂപ മുൻ സർക്കാരിന്റെ കാലത്തെ പെൻഷൻ കുടിശ്ശിക തീർപ്പാക്കാൻ വേണ്ടി വിനിയോഗിച്ചു എന്നാണ്. ഈ പറയുന്ന 18 മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശിക എല്ലാം കൂടി ഈ പിണറായി വിജയൻ സർക്കാരിന് 806 കോടി രൂപയ്ക്ക് കൊടുത്തു തീർക്കാൻ പറ്റിയോ? സർക്കാർ രേഖയാണ്, ധവളപത്രം കള്ളം പറയില്ലല്ലോ. ഇല്ല, അതിൽ ആ സമയത്ത് പെൻഷന്റെ തുക എന്ന് പറഞ്ഞാൽ ഇപ്പൊ 1600 വച്ചല്ല ഹരിച്ചു നോക്കേണ്ടത്. 600 പെൻഷൻ നോർമൽ ആയിട്ടുള്ള പെൻഷനാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ MLA കൊടുത്ത കണക്കുകൾ പക്ഷേ ഇനിയിപ്പോ നമ്മൾ 600 വെച്ച് കൂട്ടിയാലും 806 കോടിക്ക് 18 മാസത്തെ ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യാൻ കഴിയും. അത് ഒറ്റത്തവണയായിട്ട് അങ്ങനെ കൈ നിറയെ പണം കിട്ടുന്ന അവസ്ഥ കേരളത്തിലെ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടായോ? 18 മാസത്തെ കുടിശ്ശിക എന്ന് പറയുമ്പോൾ എത്ര രൂപ ഒരു 600 വെച്ച് കൂട്ടിയാൽ തന്നെ? അല്ല,
അല്ല, ആ സർക്കാർ വന്നപ്പോൾ ആ കുടിശ്ശികയടക്കം വിവിധ ഹെഡിൽ വാർദ്ധക്യകാലം, വികലാംഗ, വിധവ, അതുപോലെ തന്നെ 50 വയസ്സിന് ശേഷം അവിവാഹിതരായിട്ടുള്ള സ്ത്രീകൾക്ക് കൊടുത്ത പെൻഷൻ അത് വാങ്ങിച്ചവർക്ക് കൃത്യമായിട്ട് അറിയാം. അന്ന് വർദ്ധിപ്പിച്ചു കൊടുത്തതിന്റെ കണക്കുകളെല്ലാം നമ്മുടെ പൊതുമണ്ഡലത്തിൽ തന്നെ ഉണ്ട്. ഞാൻ ഒന്ന് ചോദിക്കുന്നത്, ഈ ഘട്ടത്തിലൊന്നും ഞാൻ ആദ്യം പറഞ്ഞല്ലോ, വർഷം വെച്ച് കണക്ക് പറഞ്ഞല്ലോ, ഒരു 125 രൂപയുടെ വർധനവല്ലാതെ UDF എന്താണ് ക്ലെയിം ചെയ്യാൻ കഴിയുന്നത്? അവസാനം ശ്രീ ഉമ്മൻചാണ്ടി അവസാന കാലത്ത് 1500 ആക്കി മാറ്റിയിട്ട് പോയില്ലോ എന്ന് പറഞ്ഞു. ശ്രീ അഭിലാഷ് കൃത്യമായി ചോദിച്ചു, 75 വയസ്സിന് മുകളിലുള്ളവർക്കല്ലേ വർദ്ധിപ്പിച്ചത്? പക്ഷെ ആ വർദ്ധിപ്പിച്ചതിന്റെ ഉത്തരവ് എന്നാ? 1/3/2016 അങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയത്. ഉത്തരവ് ഇറങ്ങിയതോ 1/4/2016. അതിനിടയിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു. 1 രൂപ പോലും UDF ഈ വർധനവ് പ്രഖ്യാപിച്ചിട്ട് വിതരണം ചെയ്യേണ്ടി വന്ന സാഹചര്യമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഓരോ തവണ അധികാരത്തിൽ വരുമ്പോഴും പെൻഷൻ വർദ്ധിപ്പിക്കാനും സാധാരണക്കാരായ ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട നയപരമായ കാര്യമായി പറയുന്നതാണ് എന്ന് മാത്രമല്ല, ഇപ്പോ VS സർക്കാരിന്റെ കാലത്തല്ലേ 400 രൂപയാക്കിയത്. VS സർക്കാരിന്റെ കാലത്ത് 400 രൂപയാക്കിയപ്പോ 300 രൂപയിൽ നിന്ന് 400 രൂപയാക്കിയാൽ 400 രൂപ കൊടുത്തത് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായതിനു ശേഷമാണ്. ഇതുപോലെ അവസാനത്തെ ബജറ്റിലായിരുന്നു തീരുമാനം. അപ്പൊ അത് നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങനെ ആരോപിക്കാം. ഞങ്ങൾ 400 ആക്കിയതെന്ന് ചോദിച്ചാൽ 400 കൊടുത്തത് അടുത്ത സർക്കാരിന്റെ സമയത്താണ്. ഇവിടെ ഇപ്പോൾ ഈ 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയാക്കി എന്നുള്ളത് ഒരു തരത്തിലും കണക്കുകളുമായി ബന്ധപ്പെട്ട് ശരിയായി പോകുന്നില്ല എന്നൊരു പ്രശ്നമുണ്ട്. സർക്കാർ തന്നെ 2 ധനമന്ത്രിമാർ തോമസ് ഐസക്കും അതുപോലെ തന്നെ KN ബാലഗോപാലും കൊടുത്തിട്ടുള്ള മറുപടികളടക്കം ഇവിടെ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള രാഷ്ട്രീയ തർക്കത്തിന് അപ്പുറത്ത് ഇവിടുത്തെ മൗലികമായ പ്രശ്നം എന്താണ്? ജനങ്ങൾക്ക് എപ്പോൾ പെൻഷൻ കൊടുക്കാൻ കഴിയും എന്നുള്ളതാണ്. അതെ അതെ, ഞാൻ ഇവിടെ സൂചിപ്പിക്കാം. ഇപ്പോൾ ഞാൻ ഒരു മറുപടിയോടെ ഞാൻ അങ്ങേക്ക് അയച്ചു തരാം. തോമസ് ഐസക്കിന്റെ തന്നെ ഒരു ആർട്ടിക്കിളാണ്. അതിൽ കൃത്യമായി ഈ പറഞ്ഞ താങ്കൾ ധവളപത്രത്തിൽ പറഞ്ഞ തുകയും തോമസ് ഐസക്കിന്റെ തന്നെ ആർട്ടിക്കിളിലുള്ള തുകയും തമ്മിൽ വ്യത്യാസമുണ്ട്. ഞാൻ അത് കൃത്യമായി അങ്ങേക്ക് ഈ ചർച്ച തീരുന്നതിന് മുമ്പ് തന്നെ അയച്ചു തരാം. ഞാനിവിടെ പറയുന്നത് പെൻഷൻ കൃത്യമായി മാസാമാസം വിതരണം ചെയ്യണം എന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം, നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിന് പറ്റിയ ഒരു സാമൂഹ്യ അന്തരീക്ഷം ഇല്ലാതെ പോയത് ഇപ്പൊ എന്താണ്? സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കാൻ കാരണം എന്താണ്? ഡൽഹിയിൽ പോയി ഈ തണുപ്പത്ത് മന്ത്രിമാരും MLA മാരും എല്ലാം പോയി സമരം നടത്താൻ കാരണം മറ്റു സാഹചര്യങ്ങൾ എല്ലാം നോക്കിയല്ലോ, പരമാവധി ശ്രമിച്ചല്ലോ. ആ സമരം നടത്താൻ കാരണം നിലനിൽക്കുന്ന സാഹചര്യങ്ങളോട് പൊരുത്തപ്പെട്ടു പോകാൻ കഴിയാതെ വരുന്ന ഒരു അസാധാരണമായിട്ടുള്ള സാഹചര്യം കേരളത്തിലുണ്ടായി. എന്തിനാണ് കേരളത്തോട് മാത്രം ഇത്ര അവഗണന? ഇപ്പൊ ഈ BJPയുടെ പ്രതിനിധി വലിയ തരത്തിൽ പറഞ്ഞല്ലോ. ഞാൻ ഒറ്റ കാര്യം കൂടി സൂചിപ്പിക്കട്ടെ. 80 വയസ്സിന് മുകളിലുള്ളവർക്ക് കേന്ദ്ര പെൻഷനായി 500 രൂപ വീതം നിങ്ങൾ കൊടുക്കുന്നുണ്ട്. മൊത്തത്തിൽ പെൻഷൻ വാങ്ങിക്കുന്നവരുടെ 2.3% ആളുകൾക്കേ അത് കിട്ടുന്നുള്ളൂ. 97.3% ആളുകൾക്ക് പെൻഷൻ, 80 വയസ്സിന് മുകളിലുള്ളവർക്ക് പെൻഷൻ കൊടുക്കുന്നത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. 60 വയസ്സിനും 80 വയസ്സിനും ഇടയിൽ നിങ്ങൾ 200 രൂപ കൊടുക്കുന്നുണ്ട്. അത് വെറും 3.7 ലക്ഷം പേർക്കാണ് കിട്ടുന്നത്. അതുപോലെ തന്നെ വിധവകൾക്കും അംഗവൈകല്യമുള്ളവർക്കും 300 രൂപ വീതം നിങ്ങൾ 2 ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത്. അതായത് പെൻഷൻ തുകയായി കേരളത്തിൽ വിതരണം ചെയ്യുന്ന തുകയിൽ 98% കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെന്റ്. വെറും 2% നിങ്ങൾ കൊടുക്കുന്നത്. അത് 5,80,000 പേർക്ക് ചെറിയ തുക. നിങ്ങൾ തരുന്ന തുകയോടുകൂടി മറ്റു വലിയ തുക കൂടി കൂട്ടിച്ചേർത്തിട്ടാണ് ഞങ്ങൾ അത് 1,600 ആക്കി മാറ്റുന്നത്. ഈ ചെറിയ തുക തരുന്ന നിങ്ങൾ പറഞ്ഞല്ലോ വലിയ ഒരുമിച്ച് തുക തന്നില്ല, നുണയാണ്. 2020 ജനുവരി മാസം മുതൽ 2023 ഒക്ടോബർ വരെയുള്ള കുടിശ്ശികയാണ് നിരവധി സമരങ്ങൾ നടത്തിയപ്പോൾ നിങ്ങൾ കഴിഞ്ഞ ഒക്ടോബറിൽ വിതരണം ചെയ്തത്. നിങ്ങൾ തന്നെയാണ് കുടിശ്ശിക തരുന്നില്ല, കൃത്യമായി തരുന്നില്ല. പെൻഷൻ എങ്ങനെ 2020 ജനുവരി 1 മുതൽ 2020 എങ്ങനെയാണ് ആ തുക വന്നു മിസ്റ്റർ? ജനുവരി മുതൽ 40 രൂപ കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയുന്നത്. 883 കോടി ജനങ്ങൾക്ക് കഴിഞ്ഞ എത്രയോ കാലമായിട്ട് സൗജന്യ റേഷൻ കൊടുത്ത് 5 വർഷക്കാലത്തേക്ക് അത് നീട്ടിയിട്ടുണ്ട്. 40 രൂപ കൊടുക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങൾ കാര്യം പറയുന്നത്. വെറുതെ എന്തിനു പറയുന്നത്? 38 മാസത്തെ കുടിശ്ശികയാണ്. നിങ്ങൾ പാവപ്പെട്ട കെട്ടിട തൊഴിലാളികളല്ലേ? ഞാൻ ചോദിച്ചോട്ടെ, കെട്ടിട നിർമ്മാണ തൊഴിലാളികളെ 40 മാസത്തെ കുടിശ്ശിക നിങ്ങൾ അതുകൊണ്ട് നിങ്ങൾ 17,000 രൂപ നിങ്ങൾ എത്ര സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാലും എവിടെ നിന്ന് പണം കണ്ടെത്തിയാലും നിങ്ങളുടെ നയം കണ്ടല്ല, നിങ്ങളുടെ സംഭാവന കണ്ടല്ല ഞങ്ങൾ പെൻഷൻ തുടങ്ങിയത്. കേന്ദ്രത്തിന്റെ സംഭാവന സ്വീകരിച്ചല്ല ഞങ്ങൾ പെൻഷനുമായി മുന്നോട്ട് പോയത്. ഇനിയും ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിക്കും, വിതരണം ചെയ്യും. കേന്ദ്രത്തിന് സഹായം കിട്ടിയില്ലെങ്കിലും ജനങ്ങൾക്ക് പെൻഷൻ കൊടുത്തുകൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകാൻ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ല. തന്നില്ല, ഇന്നും തന്നില്ല, ഭാവിയിലും നിങ്ങൾ തരില്ല, ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ശരി, ഓക്കെ. ഇവിടെ നോക്കൂ KS ശബരിനാഥ്, നോക്കൂ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ 5 വർഷക്കാലത്ത് 9,011 കോടി രൂപയാണ്
പെൻഷന് വേണ്ടി സർക്കാർ ചെലവഴിച്ചത്. അന്നത്തെ പെൻഷൻ തുക കുറവായിരുന്നു, ഗുണഭോക്താക്കളുടെ എണ്ണവും കുറവായിരുന്നു. പക്ഷേ പിണറായി വിജയൻ സർക്കാരിൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് 35,154 കോടി രൂപയാണ് ഈ ക്ഷേമ പെൻഷൻ ഇനത്തിൽ മാത്രം 5 വർഷം ചെലവാക്കിയത്. ഈ പുതിയ രണ്ടാം പിണറായി സർക്കാർ അധികാരത്തിൽ എത്തിയതിനു ശേഷം 23,958 കോടി ഇതിനോടകം 2.5 വർഷം കൊണ്ട് ചെലവാക്കി കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ 7 വർഷത്തെ മൊത്തം ക്ഷേമ പെൻഷൻ എടുത്താൽ സർക്കാർ 59,112 കോടി രൂപ 7.5 വർഷം കൊണ്ട് ഈ പെൻഷൻ ഇനത്തിൽ വിതരണം ചെയ്തു കഴിഞ്ഞു. വെൽഫെയർ എന്ന് പറയുന്നത് താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ഇതെങ്ങനെ കണ്ടെത്തും? ഇതിന്റെ പണം എങ്ങനെ കണ്ടെത്തും? ഇത്രയും വലിയ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് എങ്ങനെ കണ്ടെത്തും എന്നുള്ളത് രാഷ്ട്രീയ വ്യത്യാസത്തിനപ്പുറത്ത് നിങ്ങൾ ഒരുമിച്ച് ആലോചിക്കേണ്ട കാര്യമല്ലേ? തീർച്ചയായിട്ടും എനിക്ക് അഭിലാഷ് പറഞ്ഞ ആ പോയിന്റിനോട് ഞാൻ യോജിക്കുന്നു. അതിന് മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ എന്തായാലും ശ്രീ എം സ്വരാജിനെയും ശ്രീ തോമസ് ഐസക്കിനെയും പ്രിയപ്പെട്ട എറണാകുളംകാരൻ കൂടിയായിട്ടുള്ള അരുൺകുമാർ വിശ്വസിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അവർക്ക് കൊടുത്ത മറുപടി ഇനിയും തെറ്റാണെന്ന് അങ്ങ് വാദിക്കില്ല എന്നുള്ള ഒരു അസംഷനോടെ ഞാൻ പറയുകയാണ്. 2017 ശ്രീ എം സ്വരാജ് നക്ഷത്രചിഹ്നം ഇടാത്ത ചോദ്യം നമ്പർ 371 26/4/2017 ചോദിക്കുന്നത് ശ്രീ തോമസ് ഐസക്കിനോടാണ്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ ക്ഷേമ പെൻഷനുകൾ എത്ര മാസം കുടിശ്ശികയുണ്ടായിരുന്നു എന്ന് തരം തിരിച്ചറിയിക്കാമോ? അതിൽ മറുപടി, ഈ സർക്കാർ അധികാരത്തിൽ വരുമ്പോൾ 2014 നവംബർ മുതൽ 2015 ജനുവരി വരെയുള്ള പെൻഷൻ തുക വിതരണം ചെയ്യപ്പെടാതിരിക്കുന്നു. അതിൻ്റെ താഴെ ഈ സർക്കാർ എത്ര മാസ ക്ഷേമ പെൻഷനുകൾ വിതരണം നടത്തിയത് അറിയിക്കാമോ? അപ്പോൾ കുടിശ്ശികയുടെ കണക്ക് പറയുന്നുണ്ട്. ഇനി അടുത്തൊരു ചോദ്യം, അതിനകത്തൊരു മറുപടി പറയുന്നത് എന്തുകൊണ്ടാണ് ഈ പെൻഷൻ കുടിശ്ശിക ഉണ്ടായെന്നുള്ളത് വളരെ കൃത്യമായി ശ്രീ തോമസ് ഐസക്ക് പറയുന്നുണ്ട്. ഇവർ പറഞ്ഞത് UDF 18 മാസം കൊടുത്തില്ല എന്നുള്ളതല്ലേ. 2015 ഫെബ്രുവരി മുതൽക്കുള്ള തുക ഗുണഭോക്താക്കൾക്ക് DBT ഡയറക്റ്റ് ബെനിഫിറ്റ് ട്രാൻസ്ഫർ മുഖാന്തരം വിതരണം ചെയ്തു വരികയായിരുന്നു. DBT സംവിധാനത്തിൽ ഗുണഭോക്താക്കളുടെ വിവരങ്ങൾ യഥാസമയം രേഖപ്പെടുത്താത്തത് മൂലവും തെറ്റായ രേഖപ്പെടുത്തലുകൾ, ബാങ്ക് അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട സാങ്കേതിക തടസ്സങ്ങൾ എന്നീ കാരണങ്ങൾ കൊണ്ട് വിതരണം ചെയ്യാതെ തുക കുടിശ്ശികയായിട്ടുണ്ട്. ആ കുടിശ്ശിക ഇനത്തിൽ 1389 കോടി കൊടുത്തിട്ടുണ്ട്. എനിക്ക് കൃത്യമായ ഓർമ്മയുണ്ട്, DBTയായി ബന്ധപ്പെട്ട് ഈ പോസ്റ്റ് ഓഫീസ് ലിങ്കിങ്ങും കമ്പ്യൂട്ടർ ലിങ്കും ബന്ധപ്പെട്ടുകൊണ്ടുള്ള തകരാറുകൾ മൂലമാണ് ആ ഒരു 4-5 മാസം പെൻഷൻ കൊടുക്കാത്തുള്ളത്. എന്നിട്ട് യശ്വരനായിട്ടുള്ള ഉമ്മൻചാണ്ടി സാറ് 2020 ഒരു പത്രക്കുറിപ്പ് അദ്ദേഹം ഇറക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിൻ്റെ നുണപ്രചരണം ക്ഷേമ പെൻഷനിൽ UDF ബഹുകാലം മുന്നിൽ ഉമ്മൻചാണ്ടി സാറ് പറഞ്ഞു വരുന്നതിനകത്ത് VS അച്യുതാനന്ദൻ സർക്കാരിൻ്റെ സമയത്ത് 13.8 ലക്ഷം ആൾക്കാർക്ക് പ്രതിമാസം 300 രൂപ ക്ഷേമ പെൻഷൻ നൽകിയത്. 2011 അധികാരത്തിൽ UDF വന്നപ്പോൾ അത് തുടർച്ചയായ പെൻഷൻ തുകയും പെൻഷൻകാരുടെ എണ്ണവും കൂട്ടി 34 ലക്ഷമായി. അതിൻ്റെ അവസാനം പറയുന്നുണ്ട്, ഇടതു സർക്കാർ 2016 അധികാരമേറ്റപ്പോൾ എല്ലാ പെൻഷനുകളും ഏകീകരിച്ച് 1000 രൂപ ആക്കിയപ്പോൾ 1100 രൂപ പെൻഷൻ വാങ്ങിച്ചിരുന്ന വികലാംഗരും 1500 രൂപ പെൻഷൻ വാങ്ങിച്ചിരുന്ന വൃദ്ധജനങ്ങൾക്കും കനത്ത നഷ്ടമുണ്ടായി. ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ വാങ്ങിക്കുന്നവർക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയതോടെ ലക്ഷക്കണക്കിന് ആളുകളുടെ വരുമാനം നിലച്ചു എന്ന് ഉമ്മൻചാണ്ടി സാർ പറയുന്നത്. അത് തുടർച്ചയായി ഇന്നത്തെ അവസ്ഥ നോക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുന്നത് ഈ പറഞ്ഞ 66 ലക്ഷം എന്നുള്ളത് കള്ളക്കണക്കാണ്. ഞാൻ ഇപ്പോൾ ലേറ്റസ്റ്റ് കണക്ക് ഞാൻ അരുണിന് വാട്സാപ്പ് അയച്ചു തരാം. കാനത്തിൽ ജമീല MLAയോട് ബഹുമാനപ്പെട്ട ഇന്നത്തെ മന്ത്രി ശ്രീ ബാലഗോപാൽ കൊടുത്തിട്ടുള്ള ഒരു മറുപടിയാണ്. ആ മറുപടിയിൽ കൃത്യമായി ചോദിക്കുന്നുണ്ട് എത്ര ആളുകൾ പെൻഷൻ വാങ്ങിക്കുന്നുണ്ട്. അങ്ങ് പറഞ്ഞ കണക്ക് ആദ്യം 67 ലക്ഷം, ഞാൻ ഞെട്ടിപ്പോയി. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, നക്ഷത്രത്തിന് വിടാത്ത ചോദ്യം 532, ഈ 8ാം മാസം കഴിഞ്ഞ വർഷം വെച്ച് പറയണം. സംസ്ഥാന നിലവിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എത്ര പേർക്ക് ലഭിക്കുന്നു, 2016 എത്ര പേർക്ക് ലഭിക്കുന്നു വ്യക്തമാക്കുമോ? അതിൻ്റെ കണക്ക് ഇപ്പോൾ പഞ്ചായത്ത് ശുപാർശ പ്രകാരം 50,57,000 ആളുകൾക്ക് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കിട്ടുന്നു. അതിനോടൊപ്പം 6,73,000 ആളുകൾക്ക് ക്ഷേമനിധി ബോർഡിൽ നിന്നുള്ള പെൻഷൻ ലഭിക്കുന്നു. 2016 ഇത് 39 ലക്ഷം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, 9.5 ലക്ഷം ക്ഷേമനിധി ബോർഡ്. അപ്പോൾ ഈ പറഞ്ഞ 50ഉം ഈ പറഞ്ഞ 6 കൂട്ടി 67 ആവത്തില്ല അരുണേ, അത് 56 നിൽക്കുന്നേ ഉള്ളൂ. UDFൻ്റെ സമയത്ത് 39, 9 കൂട്ടിയാൽ അത് 48 ആവും. അപ്പം ഞാൻ ചാടിക്കയറി UDF 48 ലക്ഷം ആളുകൾക്ക് പെൻഷൻ കൊടുത്തു എന്നേ പറയത്തില്ല. കാരണം 39 ലക്ഷം ആളുകൾ കൊടുത്തു, ബാക്കി അവരുടെ പണം നമ്മൾ പിടിച്ചു വെച്ചത് കൊടുക്കുകയാണ്. അപ്പോൾ അങ്ങയുടെ 67 കണക്ക് തെറ്റാണ്, അത് 50ലേക്ക് എത്താം. ഇനി എന്നോട് അഭിലാഷം പറഞ്ഞ ചോദ്യത്തിനുള്ള മറുപടി, തീർച്ചയാണ് നമുക്ക് സാമ്പത്തികമായതുകൊണ്ട് ബുദ്ധിമുട്ടുകൾ കേരള സർക്കാരിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾ കാരണം ഉണ്ടായിട്ടുണ്ട്. അതെല്ലാ സംസ്ഥാനങ്ങൾക്കും ഡിവാലുവേഷൻ അടക്കമുള്ള ഗ്രാൻഡ് അടക്കമുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ എന്തുകൊണ്ട് ഇന്നത്തെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായെന്നുള്ളതിൽ നിയമസഭയിൽ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യത്തിന് വീണ്ടും പറയുകയാണ്. അപ്പം ഞാൻ നിയമസഭാംഗമായിരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ഈ പറഞ്ഞ കിഫ്ബി സംവിധാനത്തിൻ്റെ ധനവിനിയോഗത്തെക്കുറിച്ച് സംസാരിച്ച ആളാണ്. അന്ന് വളരെയേറെ പ്രഹരങ്ങൾ എനിക്ക് സഭയ്ക്കകത്തും വെളിയിലും അത് കാരണം വാക്പ്രഹരങ്ങൾ കേട്ടിട്ടുണ്ട്.
അത് തുടങ്ങിയ സമയം മുതൽക്കേ പ്രതിപക്ഷം എടുത്തൊരു സ്റ്റാൻഡുണ്ട്, ഇതിൽ നമ്മൾ കൂടുതൽ പണം ചിലവാക്കരുത്. കിഫ്ബി എന്ന് പറഞ്ഞാൽ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് ആണ്. ഒരു നാൾ അത് തിരികെ നമ്മുടെ ബഡ്ജറ്റിൽ കേരളത്തിന് ശാപമായി വരും. അത് 2016 മുതൽ 17, 18, 19, 20 ഇന്ന് വരെ UDF സർക്കാരിനെ പ്രതിപക്ഷ ധർമ്മം കൊണ്ട് പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യമാണ്. വി ആർ വാർണിംഗ് ദ ഗവൺമെൻറ് പറയുക, നിങ്ങൾ കൂടുതൽ പണം കിഫ്ബി വഴി എടുക്കല്ല. അത് എടുക്കുകയാണെങ്കിൽ അവസാനം നമ്മുടെ പെടലിക്ക് തന്നെ വരും, അത് തിരിച്ചടയ്ക്കാൻ കഴിയുകയില്ല. അതിപ്പോൾ 2024 സംഭവിച്ചിരിക്കും. അതാണ് അതിൻ്റെ വാസ്തവം. ഓഫ് ബഡ്ജറ്റ് ഗ്രാൻഡിനകത്ത് NHAIയുടെ കാര്യം പറഞ്ഞു. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമാണ്, ഞാൻ ആരും ന്യായീകരിക്കുകയില്ല. നാഷണൽ ഹൈവേ അതോറിറ്റി എന്ന് വെച്ചാൽ സർക്കാരിൻ്റെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതാണ്. പക്ഷേ നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ പണി എന്താണ്? അവർ ഹൈവേയിൽ റോഡ് പണിയുകയാണ്. അഭിലാഷ് പറഞ്ഞ പോലെ ആ റോഡ് പണിയുന്ന ടോൾ പ്രകാരം തന്നെ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം അവർ 10,000 ചെക്ക് ചെയ്ത് നോക്കിയതാണ്, 10,000 കോടി രൂപ ടോൾ മുഖാന്തരം NHAIക്ക് പണം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ NHAI എന്ന് പറഞ്ഞാൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു ഓഫ് ബഡ്ജറ്റ് സാധനമാണെങ്കിലും അത് വരുമാനമുണ്ടാക്കുന്ന, സ്വന്തമായി വരുമാനം ഉണ്ടാക്കുന്ന സെൽഫ് സസ്റ്റെയിനിങ് ആയിട്ടുള്ള ഒരു എൻറ്റിറ്റിയാണ്. നമ്മുടെ കിഫ്ബി അങ്ങനെയാണോ? നമ്മൾ ബഡ്ജറ്റിൽ നിന്ന് പണം മാറ്റി വേറെ വഴിക്ക് പണം ചിലവാക്കാൻ വേണ്ടി കിഫ്ബി ഉണ്ടാക്കി. കിഫ്ബി വരുമാനം നൽകുന്നുണ്ടോ? കിഫ്ബിയിലുള്ള വരുമാന സ്രോതസ്സുള്ള പദ്ധതികളായി കാണിക്കുന്ന ലാൻഡ് ആക്വിസിഷൻ പോലും നമ്മൾ സ്ഥലം വാങ്ങിക്കുന്നേ ഉള്ളൂ. അപ്പോൾ കിഫ്ബി വരുമാനം തരാത്ത നമ്മുടെ ഒരു സങ് കോസ്റ്റാണ്. അത് ഡെവലപ്മെൻറ്റ് കോസ്റ്റും സോഷ്യൽ കോസ്റ്റൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യണം, കറക്റ്റാണ്. പക്ഷേ കിഫ്ബിയിൽ നമ്മൾ പണം കൊടുക്കാതിരുന്നെങ്കിൽ അന്ന് ഇത്രയും വലിയ ഭാരം നമുക്ക് ഉണ്ടാവത്തില്ലായിരുന്നു. ഈ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഇവിടെ പറഞ്ഞു നിർത്താം. കിഫ്ബി തുടങ്ങിയപ്പോൾ ഐസക് പറഞ്ഞ എന്താണ്? 2016 നമ്മളെ കേരളത്തിലെ എല്ലാ പദ്ധതികളും നീണ്ടു പോകുന്നു. ഇവിടെ കല്ലട ജലസേചന പദ്ധതി, മൂവാറ്റുപുഴ പദ്ധതി 10 വർഷം എടുക്കുന്നു, 20 വർഷം എടുക്കുന്നു. കിഫ്ബി തുടങ്ങിയാൽ പദ്ധതികൾ പെട്ടെന്ന് പൂർത്തിയാകും, അനാവശ്യ സർക്കാർ ഡിലേ ഉണ്ടാകത്തില്ല, എല്ലാ പദ്ധതികളും 2 വർഷം 3 വർഷത്തിനകത്ത് പൂർത്തിയാക്കുമെന്ന് പറഞ്ഞു. ഏകദേശം 80,000 കോടി രൂപയുടെ പദ്ധതികളാണ് കിഫ്ബി വിഭാവനം ചെയ്തിരിക്കുന്നത്. അതിൽ ഇതുവരെ എക്സ്പെൻഡിച്ചർ ആയിട്ടുള്ളത് ഒരു 30% പോലുമില്ല. 30,000 കോടി രൂപയുടെ വർക്കുകൾ പോലും പൂർത്തിയായിട്ടില്ല. അപ്പോൾ നിങ്ങൾ 8 വർഷം കൊണ്ട് 30,000 കോടി രൂപയുടെ വർക്ക് കിഫ്ബിയിൽ പൂർത്തിയാക്കിയാൽ അത് സാധാരണ നമ്മളൊന്ന് ഡിവൈഡ് ചെയ്താൽ ഒരു വർഷം 4,000 കോടി രൂപയുടെ വർക്ക് നടന്നിട്ടുണ്ട്. അത് എല്ലാ വർഷവും സ്റ്റേറ്റ് ഫണ്ടിൽ അല്ലാതെ നടക്കുന്നതല്ലേ? അപ്പോൾ നിങ്ങൾ കിഫ്ബി എന്ന് പറഞ്ഞൊരു വെള്ളാനെ ഉണ്ടാക്കി പദ്ധതികൾ നേരെ പൂർത്തിയായതുമില്ല. ആ പല പദ്ധതികളുടെയും പ്രോജക്റ്റുകളുടെയും ഒരു ക്വാളിറ്റിയുടെ സംശയങ്ങൾ പലയിടത്തും വരുന്നുണ്ട്. പല സ്കൂൾ കെട്ടിടങ്ങൾ അടക്കമുള്ള പദ്ധതികൾക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് വലിയ ചർച്ചകൾ സഭയ്ക്കകത്തും പുറത്തും നടക്കുന്നുണ്ട്. എന്നുമാത്രമല്ല, കിഫ്ബിയുടെ ഈ പറഞ്ഞ ധാരാളിച്ച ഉത്തരവാദിത്തം എടുക്കുന്നു. മസാല ബോണ്ട് കേട്ടിട്ടുണ്ടോ? 2,000 കോടി രൂപ വിദേശത്തു നിന്ന് എടുത്തു. അത് നമ്മൾ തിരിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ പലിശ എത്രയാണെന്നറിയാമോ? നമ്മൾ 9.732% പലിശ എടുത്തത് 2,150 കോടി രൂപ നമ്മൾ തിരിച്ചടക്കേണ്ടത് 3,195 കോടിയായിട്ടാണ്. 2,000 കോടി നമ്മൾ പലിശ എടുത്തിട്ട് 1,000 കോടി പലിശ കൊടുക്കുകയാണ്. അത് ഇന്ത്യക്കകത്ത് അത്ര പലിശ കൊടുക്കണമായിരുന്നു. 400 കോടി ലാഭിക്കാമായിരുന്നു. 1,000 കോടി പലിശ നമ്മൾ വിദേശത്ത് കൊടുക്കുന്ന രീതിയിലാണ് ഇപ്പോൾ ഈ മസാല ബോണ്ട് എടുത്തിരിക്കുന്നത്. ആരോട് പറയാൻ? ഇത് പ്രതിപക്ഷം സ്റ്റാൻഡ് ഇപ്പോഴും പറയുകയാണ്. വീണ്ടും നമ്മൾ മുമ്പ് പറഞ്ഞത് അതേ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഇവിടെ നേരത്തെ ശ്രീ JR പത്മകുമാർ, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ സർക്കാർ കടമെടുത്ത് ചെലവാക്കുന്നതിനെ കുറിച്ച്. ശരിയാണ്, കടം അമിതമായി കഴിഞ്ഞാൽ പ്രശ്നമാണ്. പ്രത്യേകിച്ച് ഉൽപാദനപരമല്ലാത്ത കാര്യങ്ങൾക്ക് പണം കടമെടുത്തു കഴിഞ്ഞാൽ ആ ഭാരം കൂടി വരും. ആ വസ്തുത മനസ്സിലാക്കുന്നു. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നേരത്തെ വരുമാനത്തിന്റെ കാര്യം പറഞ്ഞു. കേരളത്തിന്റെ തനത് നികുതി വരുമാനത്തിൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 22% വർധന ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വരുമാനം വർദ്ധിക്കുന്നുണ്ട്. പക്ഷേ അതുകൊണ്ടാവുന്നില്ല. നമ്മുടെ ഈ പറഞ്ഞ വരുമാനത്തിൽ എത്രയാണ് കേന്ദ്രത്തിന്റെ ഷെയർ എന്നുള്ളത് കൂടി ആലോചിക്കുമ്പോൾ നോക്കൂ, കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ പോലും ഗ്രാന്റ് തടഞ്ഞു വെക്കുന്ന, പ്രത്യേകിച്ച് ബ്രാൻഡിങ് നൽകുന്നില്ല എന്നൊക്കെ പറഞ്ഞ് നിഷേധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പോൾ ഡിവിസിബിൾ പൂളിൽ നിന്നുള്ള നമ്മുടെ റവന്യൂ ഷെയർ വളരെ കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ നിൽക്കുമ്പോൾ എല്ലാ തരത്തിലും ശ്വാസം മുട്ടാണ്. കടമെടുക്കുന്നത് പ്രശ്നം എന്നുള്ളത് എഗ്രി ചെയ്യാം. പക്ഷെ കടം എടുക്കാതെ എന്ത് ചെയ്യും എന്നുള്ള പ്രശ്നമുണ്ടല്ലോ. എങ്ങനെയാണ് ഇപ്പോൾ GST വന്നതിന് ശേഷം ഈ GST കൗൺസിലാണ് നികുതി നിരക്കുകൾ നിശ്ചയിക്കുക. സംസ്ഥാന സർക്കാരിന് GST വിഹിതം SGST കിട്ടുന്നുണ്ട്, അത് ശരി തന്നെ. പക്ഷേ ഇവിടെ ഇപ്പോൾ ടാക്സ് ഇന്ന് എന്നുള്ള നിലയിൽ ഫിക്സ് ചെയ്ത് കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അങ്ങേയറ്റം പരിമിതമാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ മറ്റു കാര്യങ്ങൾ ഇപ്പോൾ കടമെടുക്കുന്നത് പ്രശ്നമാണെങ്കിൽ ഈ പറഞ്ഞ സർക്കാർ ഇത് ഓടിച്ചുകൊണ്ട് പോകണ്ടേ? അതെങ്ങനെ ചെയ്യും? ഇത് കേന്ദ്ര ഗവൺമെന്റിനെതിരായിട്ട് CPM നടത്തുന്ന ഒരു നെറേറ്റീവാണ്. ഇങ്ങനെ കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നു, അതുകൊണ്ട് ഞങ്ങൾ മനുഷ്യ ചങ്ങല പിടിക്കുന്നു, തണുപ്പത്ത് ഡൽഹി പോയി ജാഥ നടത്തുന്നു, സമരം നടത്തുന്നു, സുപ്രീം കോടതിയിൽ പോയി കേസ് കൊടുക്കുന്നു. ഞങ്ങൾ ആ സുപ്രീം കോടതി പോയതിനെ കുറിച്ച് വളരെ സന്തോഷമാണ്. കാര്യം ഒരു ക്ലാരിറ്റി ഇതിനകത്ത് വരും. അത് കഴിഞ്ഞ് സുപ്രീം കോടതി നോ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? എന്താ എനിക്ക് ചെയ്യാൻ പോകുന്നത്? ഇതിനെ സംബന്ധിച്ച് വേറെ ഒരു മാർഗവുമില്ല, ഒരു മാന്ത്രിക വിദ്യയില്ല. നമ്മുടെ ചെലവ് റെസ്ട്രിക്റ്റ് ചെയ്യുകയും അത് ഈ
അതുപോലെ വരവ് വർദ്ധിപ്പിക്കുകയും ചെയ്തേ ഉള്ളൂ വഴി. അതിനെന്താണ് വഴി ഈ ചെലവ് ചുരുക്കൽ എന്ന് പറയുമ്പോൾ നോക്കൂ, ഇപ്പോൾ നമുക്ക് നിയമന നിരോധനം ഏർപ്പെടുത്തണം. നമ്മുടെ റവന്യൂ ചെലവ് എന്താണ്? ശമ്പളം, പെൻഷൻ, പലിശ. അല്ല, ഞാൻ പറഞ്ഞോട്ടെ, അതാണ് ഞാൻ പറയാൻ പോകുന്നത്. ഒന്ന്, പ്രോജക്റ്റുകളുടെ പ്രൈസ് എസ്കലേഷൻ. എത്ര ശതമാനമാണ് വർധനവ് വരുന്നത്? ഇപ്പോൾ നേരത്തെ ശബരി സൂചിപ്പിച്ചു, പ്രൈസ് എസ്കലേഷൻ. 1000 കോടിയുള്ളത് ചിലപ്പോൾ 2000 കോടിയിലേക്ക് വർദ്ധിക്കുന്നു. നമുക്ക് ചെയ്ത് തീർക്കാൻ കഴിയില്ല. 1000 കോടിയുടെ നഷ്ടം അവിടെ വരുന്നുണ്ട്. CAG റിപ്പോർട്ട് കഴിഞ്ഞ 22 വന്നിട്ടുണ്ട്. 23 വന്നത്. CAG റിപ്പോർട്ട് എന്താ പറയുന്നത്? 17 വകുപ്പുകളായിട്ട് 28,000 കോടി രൂപ പിരിച്ചെടുക്കാനുണ്ട് കേരളത്തിൽ. എന്താ പിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്നത്? നമുക്ക് ഇപ്പോൾ വരുമാനം നമ്മൾ 40% വരുമാനം വർദ്ധിച്ചു എന്നൊക്കെ പറഞ്ഞ് 21, 22 24,000 കോടി രൂപ GST കിട്ടി. 22, 23 30,000 കോടി കിട്ടി. ഈ 23, 24 35,000 കോടി കിട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ചെലവിൻ്റെ കാര്യത്തിൽ അരുൺകുമാർ ബഡ്ജറ്റ് ഒന്നെടുത്ത് പരിശോധിച്ച് നോക്കിയാൽ അത് കഴിഞ്ഞ ബഡ്ജറ്റ് എസ്റ്റിമേറ്റ് ഇനി റിവൈസ്ഡ് വരുമ്പോഴേ അറിയാൻ കഴിയും. 2022, 23 ഒരു പ്രൈം സെക്ടറിൽ ഹെൽത്ത്, എഡ്യൂക്കേഷൻ, പോലീസ്, റൂറൽ, അർബൻ ഈ മേഖലകൾ, എഡ്യൂക്കേഷൻ ഈ മേഖലകളിൽ 2022, 23 അലോട്ട്മെന്റ് കുറവാണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ ചെലവാക്കിയിട്ടല്ല, ഇപ്പൊ ഞങ്ങൾക്ക് ചെലവാക്കാൻ പൈസ കയ്യിലില്ല എന്നുള്ളത് മിസ്മാനേജ്മെന്റ് ആണ്. ആ മിസ്മാനേജ്മെന്റ് ഒഴിവാക്കണമെങ്കിൽ ചില സാമ്പത്തിക അച്ചടക്കം വന്നിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിപ്പോൾ ഇവിടെ കൂടുതൽ പറയാൻ ആഗ്രഹിക്കില്ല. നമുക്ക് ഒരു മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൻ്റെ കാര്യമുണ്ട്. അതുപോലെ ക്ഷേമനിധി ബോർഡുകൾ നമുക്ക് യോജിപ്പിച്ച് കൊണ്ടുപോകാൻ കഴിയുന്ന 20 ക്ഷേമനിധി ബോർഡുകളുണ്ട്. അത് 5 or 4 ആക്കി കുറച്ചു കൊണ്ടുവരാൻ കഴിയും. അതുപോലെ നമ്മുടെ ദൂരത്ത് എക്സ്പെർട്ടുകളെ കൊണ്ട് കണ്ടുപിടിച്ചിട്ട് അതിന് പരിഹാരം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തണം. അതല്ലാതെ കടം വാങ്ങുക, കേന്ദ്ര ഗവൺമെന്റിന് കുറ്റം പറയുക എന്ന് പറഞ്ഞാൽ പറ്റില്ല. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ റവന്യൂ ഡെഫിസിറ്റ് കൊടുത്തിട്ടില്ലല്ലോ, ഗ്രാന്റ് കൊടുത്തിട്ടില്ലല്ലോ. ഏറ്റവും കൂടുതൽ കിട്ടിയത് കേരളത്തിലല്ലേ? എന്തെങ്കിലും ദേഷ്യമുണ്ടെങ്കിൽ ഇടതുപക്ഷ ഗവൺമെന്റ് ദേഷ്യമുണ്ടെങ്കിൽ കൊടുക്കണോ? ഏറ്റവും കൂടുതൽ കൊടുത്തിട്ടുള്ളത് കേരളത്തിലാണ്. 53,000 കോടി രൂപയുടെ റവന്യൂ ഡെഫിസിറ്റ്. ഞങ്ങൾ BJP ഭരിക്കുന്ന UP കിട്ടിയിട്ടില്ല, മധ്യപ്രദേശ് കിട്ടിയിട്ടില്ല, അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ അതൊന്നുമല്ല. ഫിനാൻഷ്യൽ അതിൻ്റെ വിതരണം എന്ന് പറയുന്നത് പ്ലാനിംഗ് ബോർഡുമായി നമ്മുടെ പ്ലാനിംഗ് കമ്മീഷൻ, നമ്മുടെ ഫിനാൻസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ചെയ്യുന്നത്. അതൊരു ഒരു വ്യക്തിയുടെ താല്പര്യത്തിനനുസരിച്ചല്ല ചെയ്യുന്നത്. ഈ 5 വർഷം ഇപ്പോൾ നേരത്തെ അടുത്ത 5 വർഷം എത്ര കിട്ടുമെന്നുള്ള കാര്യം ഇപ്പോൾ ഫിനാൻസ് കമ്മീഷൻ 15 വന്നപ്പോൾ തന്നെ അറിയാം. ഈ 5 വർഷം കൊണ്ട് 26 വരെ നമുക്ക് എത്ര കിട്ടും, നമുക്ക് എത്രയാണ് കേന്ദ്ര കിട്ടുന്നത് നേരത്തെ അറിയാം. അതനുസരിച്ച് അവാർഡിന്റെ കാര്യം പറയുമ്പോൾ നോക്കൂ, ശ്രീ JRP കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്നൊരു വാർത്തയാണ്. നീതി ആയോഗ് CEO-യുടെ വെളിപ്പെടുത്തൽ. സംസ്ഥാനങ്ങളുടെ നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ മോദി ആവശ്യപ്പെട്ടു. ന്യൂഡൽഹി 2014 പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതിന് പിന്നാലെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വെട്ടിക്കുറയ്ക്കാൻ ധനകാര്യ കമ്മീഷനോട് നരേന്ദ്രമോദി ആവശ്യപ്പെട്ടിരുന്നതായി നീതി ആയോഗ് CEO BVR സുബ്രഹ്മണ്യം വെളിപ്പെടുത്തി. ശരിയാണ്, ഫിനാൻസ് കമ്മീഷനാണ് തീരുമാനിക്കുന്നത്. ഫിനാൻസ് കമ്മീഷൻ ഇൻഡിപെൻഡന്റ് ആയി തീരുമാനിക്കുന്നത്. രാജ്യസഭാ മെമ്പർ കഴിഞ്ഞ ഡിസംബറിൽ രാജ്യസഭ നമ്മുടെ ബ്രിട്ടാസ് ഇടതുപക്ഷത്തിലാണല്ലോ നമ്മുടെ ധനകാര്യമന്ത്രിയോട് ചോദിച്ചു, ഞങ്ങൾക്ക് കടമെടുക്കാനുള്ള ഈ വർഷത്തെ എത്രയാണ് ഞങ്ങളുടെ അവകാശം, എത്രയാണ് ഞങ്ങൾക്ക് കിട്ടും? എന്തായിരുന്നു മറുപടി? അവരോടൊന്ന് നോക്ക്, എത്രയെന്ന് നോക്കൂ, എന്നിട്ട് വെട്ടിക്കുറച്ചു എന്ന് പറയും. അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ റവന്യൂ, ഇപ്പൊ നമ്മുടെ റവന്യൂ ഷെയറിന്റെ അടക്കം കാര്യം അത് ഫിനാൻസ് കമ്മീഷൻ തീരുമാനിച്ചു പോയില്ലേ, ഞങ്ങൾക്ക് എന്താണ് ഉത്തരവാദിത്വം എന്നുള്ളതാണല്ലോ മറുപടി. 1 മുതൽ 15 വരെയുള്ള ഫിനാൻസ് കമ്മീഷനിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ 10ാമത്തെ ഫിനാൻസ് കമ്മീഷനിലാണ് 3.88 നമുക്ക് കിട്ടിയത്. 11 3.0.5 ആണ് കിട്ടിയത്. അത് കഴിഞ്ഞ് വന്ന പിന്നെ ഞങ്ങളുടെ NDA ഗവൺമെന്റ് 14ാം ധനകാര്യ കമ്മീഷൻ വരുമ്പോൾ ഈ 32% ആയിരുന്നത് 42% ആയപ്പോഴാണ് നമുക്ക് ചെറിയൊരു ഈ ഇൻക്രീസ് ഉണ്ടായത്. ബാക്കി ഡിക്രീസ് ആണ് എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെ നമുക്ക് കുറഞ്ഞാണ് വന്നത്. പിന്നെ ഇപ്പോൾ 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ എത്രയാണ്? 0.57 ആണ് കുറഞ്ഞത്. 1% കൂടുതൽ കുറഞ്ഞ സംസ്ഥാനങ്ങളുണ്ട്. അല്ലല്ല, പോയിന്റ് നമ്മൾ ശതമാനം അല്ല നോക്കുക, എമൗണ്ട് ആണ് നോക്കുക. 0.57 കുറവാണുള്ളത്. അത് പകുതി കുറഞ്ഞു, 3 കിട്ടിക്കൊണ്ടിരുന്നത് 2 കുറഞ്ഞു. വരുമാനം കൂടുതലല്ലേ? വരുമാന വിഹിതത്തിന്റെ കാര്യമാണ്. വരുമാനം കൂടി, ഈ നമ്മുടെ GST വരുമാനം കൂടി, കിട്ടുന്ന വരുമാനത്തിൽ നിന്ന്
ഈ ഗവൺമെന്റിന് ഞാൻ mismanagement ഉണ്ട്. ചോദിക്കുന്നത് കേന്ദ്ര സർക്കാരിന് കിട്ടുന്ന വരുമാനത്തിൽ നിന്ന് സംസ്ഥാനങ്ങൾക്ക് എത്ര ഷെയർ എന്ന് നിങ്ങൾ ആലോചിച്ചു അത് മാത്രമല്ലല്ലോ സംബന്ധിച്ച് നിങ്ങൾ അത് മാത്രമല്ലല്ലോ ഇത് മാത്രമല്ലല്ലോ share ഉള്ളൂ ഇത് മാത്രമല്ലല്ലോ എന്ന് നിങ്ങൾ മാത്രമല്ല റെയിൽവേ ആരാ, രാജ്യരക്ഷ നോക്കുന്നതാരാ, റെയിൽവേ നോക്കുന്നതാരാ, ഹൈവേ നോക്കുന്നതാരാ, മറ്റ് ഈ ഡിസാസ്റ്റർ മാനേജ്മെന്റ് കൊടുക്കുന്നതാരാ, റോഡ് സേഫ്റ്റി കൊടുക്കുന്നതാരാ, ഇതൊക്കെ കേന്ദ്രം തന്നെയാണ്. ഇതെല്ലാം സംസ്ഥാനങ്ങൾക്ക് സംസ്ഥാനങ്ങൾക്ക് 42 അല്ല ഈ വിഹിതം മാത്രമല്ല 42% അല്ല അതല്ലാതെ കൊടുക്കുന്നുണ്ട്. അതല്ലാതെ കൊടുക്കുന്ന കാര്യം മാനദണ്ഡമുണ്ടല്ലോ. ഇവിടെ നോക്കൂ ശ്രീ അരുൺകുമാർ, സാധാരണ ജനത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു അവന്റെ നിത്യനിദാന പ്രശ്നം വളരെ വലിയ പ്രശ്നമാണ്. അപ്പോൾ ആ വിഷയത്തിൽ ഇപ്പൊ നിങ്ങൾ കേന്ദ്രവിരുദ്ധ സമരം നടത്തുന്നതുകൊണ്ടൊന്നും തരക്കേടൊന്നുമില്ല. പക്ഷെ അതിനപ്പുറത്ത് എന്ത് പ്രാക്ടിക്കലായി ചെയ്യാൻ കഴിയും എന്നുള്ളത് പ്രശ്നമാണ്. നോക്കൂ, അടുത്ത സാമ്പത്തിക വർഷം ഈ പറഞ്ഞ സംസ്ഥാനത്തിന് വായ്പ എടുക്കാനുള്ള സ്പേസ് പിന്നെയും കുറയാണ്. 14,000 കോടി രൂപയുടെ വെട്ടിക്കുറയ്ക്കൽ വായ്പ എടുക്കുന്ന കാര്യത്തിൽ സംസ്ഥാനത്തെ സംബന്ധിച്ചുണ്ടാവും. അപ്പോൾ കടമെടുത്ത് റോൾ ചെയ്യുക എന്ന് പറയുന്ന കാര്യം വളരെ വളരെ പ്രയാസകരമാവും. നമുക്കറിയാലോ, ഈ അവസാനത്തെ 3 മാസങ്ങൾ, സാമ്പത്തിക വർഷത്തിന്റെ അവസാനത്തെ 3 മാസങ്ങളിലാണ് നമ്മൾ ഇപ്പോൾ തന്നെ കരാറുകാരുടെ പൈസ, പെൻഷൻ അടക്കമുള്ള കാര്യങ്ങൾ, സാലറി അടക്കം മുടങ്ങുന്ന ഒരു അവസ്ഥയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കുമെന്ന് അറിയാമല്ലോ. അപ്പോൾ എന്ത് സൊല്യൂഷൻ എന്നുള്ള കാര്യം നിങ്ങൾ ആലോചിക്കണ്ടേ? കേന്ദ്രവിരുദ്ധ സമരം എന്ന് പറഞ്ഞാൽ അതൊരു ഡെമോൺസ്ട്രേഷനാണ്, അതൊരു സൊല്യൂഷൻ അല്ല. അഭിലാഷ്, ഞാൻ ആ ഉത്തരത്തിലേക്ക് വരുന്നതിന് മുമ്പ് 2 ക്ലാരിഫിക്കേഷൻ വേണം. ഒന്ന്, പ്രേക്ഷകർ ഇത് വളരെ സംശയത്തോടെ ഈ ചർച്ച കാണും. കാരണം 2 വാട്സപ്പ് മെസ്സേജ് ഞാൻ താങ്കൾക്ക് അയച്ചിട്ടുണ്ട്. അത് ഒന്ന് ശ്രീ കെ കുഞ്ഞിരാമൻ എന്ന് പറയുന്ന MLA ചോദ്യത്തിന് നിയമസഭയിൽ കൊടുത്ത മറുപടിയും, 2 ഒരു ഗവൺമെന്റ് ഉത്തരവാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഗവൺമെന്റ് ഉത്തരവെന്ന് പറഞ്ഞാൽ 2016 ഓഗസ്റ്റ് മാസം 18-ാം തീയതി ഗവൺമെന്റ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ പിണറായി വിജയന്റെ നേതൃത്വത്തിൽ അധികാരത്തിലേറ്റ് ആ ഓണം എത്തുന്നതിന് മുമ്പ് പെൻഷൻ വിതരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഇട്ട ഗവൺമെന്റ് ഉത്തരവാണ്. ആ ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് ഇതുവരെ കുടിശ്ശികയുള്ള പെൻഷൻ, അതോടൊപ്പം തന്നെ ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ, സെപ്റ്റംബറിലെ ഓണം നടക്കുന്ന സെപ്റ്റംബറിലെ അഡ്വാൻസ് പെൻഷൻ, ആ പെൻഷൻ വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഗവൺമെന്റ് ഉത്തരവാണ്. അതിന്റെ 2-ാം പേജിലെ ഒരു വാചകം മാത്രം ഞാൻ വായിക്കുകയാണ് എളുപ്പത്തിന്. The payment due to the beneficiary be limited to the maximum of 15,000 only for the Onam payment. The rest of the amount due, if any, shall be ascertained after verifying the period of commencement of the pension. അതായത് ഒരാൾക്ക് 15,000 രൂപ വരെ വിതരണം ചെയ്യാൻ ലിമിറ്റ് വച്ചിട്ട് അന്ന് വിതരണം ചെയ്യുകയാണ്. അപ്പോൾ താങ്കൾക്ക് കണക്ക് കൂട്ടാം, അന്ന് 600 രൂപയാണ്. കേന്ദ്രവിഹിതം ചെറുതായിട്ടുണ്ട്. അന്ന് 32 ലക്ഷമാണ് ബെനിഫിഷ്യറി എന്നതാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. അപ്പോൾ 15,000 രൂപ വരെ ഓരോരുത്തർക്ക് വിതരണം ചെയ്യാണ്. 2-ാമത്തെ ഞാൻ അങ്ങേക്ക് അയച്ച വാട്സപ്പ്, അതിൽ കൃത്യമായി ഓരോ പെൻഷൻ കുടിശ്ശികയും എത്ര വീതം ഉണ്ടെന്ന് ശ്രീ കെ കുഞ്ഞിരാമൻ MLA മറുപടി കൊടുത്തതാണ്. അതിൽ ആകെ പെൻഷൻ കുടിശ്ശികയായി വിതരണം ചെയ്തിരിക്കുന്നത് 1,398 കോടി രൂപയാണ് LDF ഗവൺമെന്റ് കുടിശ്ശികയായി വിതരണം ചെയ്തത്. അങ്ങ് പറഞ്ഞത് ധവളപത്രത്തിൽ 604 കോടി രൂപയാണ്. അത് വെച്ചിട്ട് എങ്ങനെ കണക്കൂട്ടിയെടുക്കാം എന്നുള്ളത് അതിന്റെ ഇരട്ടിയിലധികം 1,398 കോടി രൂപയാണ്. അതിൽ പെൻഷൻ തരംതിരിച്ചിട്ടുണ്ട്. വാർദ്ധക്യകാല പെൻഷൻ 366 കോടി, വികലാംഗ പെൻഷൻ 166 കോടി സിസ്റ്റം, വിധവാ പെൻഷൻ 553 കോടി രൂപ, കർഷക തൊഴിലാളി 275 കോടി, 50 വയസ്സ് കഴിഞ്ഞ അവിവാഹിതരുടെ 35 കോടി, അങ്ങനെ തരംതിരിച്ചിട്ടുണ്ട്. അപ്പോൾ കൃത്യമായി 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ചിലർക്ക് അതിൽ ഏറ്റക്കുറച്ചിലുകളുണ്ട്, അതിൽ കൂടുതലുണ്ട്. അതാണ് 15,000 രൂപയിൽ ലിമിറ്റ് ചെയ്തത്. അത് വിശദമായി പരിശോധിച്ചാൽ അങ്ങേക്ക് മനസ്സിലാകും. അപ്പോൾ കൃത്യമായി ഇവിടെ UDF ഒരു ചോദ്യത്തിന് മറുപടി എന്ന രൂപത്തിൽ വന്ന തെറ്റായ മറുപടി ആയിരിക്കാം. ആ മറുപടിയുടെ അടിസ്ഥാനത്തിൽ എത്ര കള്ളം പറഞ്ഞാലും ഇവിടെ 18 മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു. ഈ 2 ഗവൺമെന്റ് ഉത്തരവിന്റെയും മറുപടിക്കും 2016 പൈസ കൊടുത്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. ഒരു പക്ഷേ പിന്നെയും 1 മാസം കൂടി സർക്കാർ ഉണ്ടായിരുന്നല്ലോ. മാർച്ചിലാണ് നിയമസഭാ തെരഞ്ഞെടുപ്പ് 2016 പ്രഖ്യാപിക്കുന്നത്. അപ്പൊ അതിനുശേഷം പൈസ കൊടുത്തിട്ടില്ല. ആവർത്തിച്ചുള്ള ചോദ്യങ്ങൾക്ക് നിയമസഭയിൽ ബാലഗോപാലും അതുപോലെ തന്നെ തോമസ് ഐസക്കും കൊടുത്തിട്ടുള്ള മറുപടികൾ, ധവളപത്രം, ഇതിലൊക്കെയുള്ള കണക്കുകളാണ് പ്രതിപക്ഷമായാലും മാധ്യമങ്ങളായാലും ഉദ്ധരിക്കുന്നത്. ഇതിപ്പോ അതിനപ്പുറം എങ്ങനെയാണ് ഒരു കാര്യം റെഫർ ചെയ്യാൻ പറ്റുക നമുക്ക്? അല്ല പണം റിലീസ് ചെയ്യാൻ വേണ്ടി 2016 ഓണക്കാലത്ത് ഇതുവരെയുള്ള കുടിശ്ശികയും ഓഗസ്റ്റിലെ കൊടുക്കേണ്ട തുകയും സെപ്റ്റംബറിൽ അഡ്വാൻസുമായിട്ട് കൊടുക്കാൻ വച്ച ഗവൺമെന്റ് ഉത്തരവാണ് ഞാൻ വായിച്ചത്. എത്ര മാസത്തെ കുടിശ്ശിക ഉണ്ടായിരുന്നു എന്നുള്ളതപ്പോ നമ്മള് ആലോചിക്കണ്ടേ? ആ സർക്കാർ മെയിൽ അധികാരത്തിൽ വന്നല്ലോ, ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, ആ 3 മാസങ്ങളും ഉണ്ട്. അപ്പൊ മൊത്തം എത്ര തുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു കടലാസിന്റെ മാത്രം അടിസ്ഥാനത്തിൽ പറയാൻ കഴിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. എനിക്കൊരു ഇടവേള അത്യാവശ്യമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം. ചർച്ച അവസാന ഘട്ടത്തിലാണ്. ശ്രീ കെ ശബരിനാഥ്, ഇലക്ഷൻ വരാൻ പോവാണ്. ഫെബ്രുവരി 8-ാം തീയതി
സംസ്ഥാനത്തിന്റെ കേന്ദ്രവിരുദ്ധ സമരമാണ്. സമരം എന്ന് വിളിക്കാമോ എന്ന് അറിയില്ല, എന്നാലും ഒരു തരത്തിൽ ജനശ്രദ്ധ ആകർഷിക്കാനുള്ള ശ്രമം ഡൽഹിയിൽ നടത്തുന്നു. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് കേരളത്തിന് കിട്ടാനുള്ളത് കിട്ടുന്നില്ല എന്ന പോയിന്റിൽ നിങ്ങൾക്ക് യോജിപ്പില്ലേ? സമരത്തിന് പോയില്ലെങ്കിൽ കൂടി ആ കോസിനോട് ഐക്യദാർഢ്യമുണ്ടോ? എന്തായാലും കേരളം ഒരു സാമ്പത്തിക ഞെരുക്കത്തെ, അതായത് കുറെ കൂടി ടൈറ്റ് ആവുന്ന അവസ്ഥയെ വരുന്ന മാസങ്ങളിൽ അഭിമുഖീകരിക്കാൻ പോവുകയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല. അപ്പോൾ ഈ വിഷയങ്ങളിൽ തന്നെ ആയിരിക്കും ഇനി ജനങ്ങളുടെ മുമ്പിലേക്കും എത്തുക. അതെ, അപ്പം എന്തായാലും അരുൺ ഒരു ഡോക്യുമെന്റ് പറഞ്ഞു. ഞാൻ സപ്പോർട്ടിംഗ് ആയിട്ട് 2 ഡോക്യുമെന്റ്. ആറ്റിങ്ങൽ MLA LDF ശ്രീ OS അംബിക 15ാം നിയമസഭയിൽ ചോദിച്ച ചോദ്യത്തിന് ശ്രീ ബാലഗോപാൽ നൽകിയ മറുപടി, അതോടൊപ്പം ശ്രീ സ്വരാജിന് ഐസക് നൽകിയ മറുപടി, ഈ 2 മറുപടിയും ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അതോടൊപ്പം LDFന്റെ ധവളപത്രത്തിലും പറഞ്ഞത് ഒരേ സ്വഭാവത്തിലുള്ളതാണ്. അപ്പോൾ ഞാൻ സപ്പോർട്ടിംഗ് ആയിട്ട് 3 ഡോക്യുമെന്റ്സും ഒരേ സ്വഭാവത്തിൽ ഈ പറഞ്ഞ 18 മാസം UDF കുടിശ്ശികയാക്കിയിട്ടില്ല എന്നുള്ള കൃത്യമായി പറയുന്നുണ്ട്. ഇനി അഭിലാഷ് പറഞ്ഞ ചോദ്യം, ഈ കേന്ദ്ര സർക്കാരിൻ്റെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന വിഷയത്തിൽ സമരത്തിൽ മുന്നിൽ നിൽക്കുന്നത് കോൺഗ്രസ് ആണ്. ലോക്സഭയിൽ ശ്രീ കപിൽ സിബിൽ അടക്കം, ശ്രീ ശ്രീ ജയറാം രമേശ് അടക്കം, ഡോക്ടർ തരൂർ അടക്കം എത്രയോ MP-മാർ വിഷയത്തിൽ ചർച്ച ചെയ്തതിൻ്റെ വീഡിയോസ് ഉണ്ട്. UDF MP ശ്രീ NK പ്രേമേന്ദ്രൻ്റെ ആ നിർമ്മലാ സീതാരാമനായിട്ടുള്ള ചർച്ച നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ബ്രിട്ടാസ് സാർ സംസാരിച്ചത് കറക്റ്റാണ്. ഈ ഒരു വിഷയം ഏറ്റവും കൂടുതൽ ശക്തമായി പറയുന്നത് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികളാണ്. അതിന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. സദേൺ സംസ്ഥാനങ്ങൾ, കേരളം, ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ, നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഗുണകരമായ രീതിയിൽ നമ്മളിലേക്ക് വരണം. നമ്മൾ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ മറ്റ് സംസ്ഥാനങ്ങൾ കൊടുക്കുന്നത് ശരിയാണെന്നുള്ള ന്യായത്തിൽ നമ്മൾ ശക്തമായി നിൽക്കുന്നു. പക്ഷെ അതിന് സൊല്യൂഷൻ ഇവരുടെ കൂടെ പോയി സമരത്തിൽ ഇരിക്കുന്നതല്ല. ഇവർ 8ാം തീയതി സമരം എന്ന് പറഞ്ഞിട്ട് അവസാനം ED പേടിച്ചുകൊണ്ട് സമരം മാറ്റി ഇവിടെ സെമിനാർ ആക്കുകയാണ്, അല്ലെങ്കിൽ സമ്മേളനമാക്കുകയാണ്. അപ്പോൾ നമ്മൾ കോൺഗ്രസ് അവരോട് പോയാൽ നമ്മൾ ഇളിഭ്യരാവത്തില്ലായിരുന്നു. ഇതാ വരുന്ന 31-ാം തീയതി ലോക്സഭാ സമ്മേളനം 9-ാം തീയതി വരെയുണ്ട്. വളരെ ശക്തമായ അവസാന സമ്മേളനത്തിൻ്റെ അവസാന സെഗ്മെൻറ്റിൽ കോൺഗ്രസ് ശക്തമായി പറയുന്നുണ്ട്. എന്ന് മാത്രമല്ല, വരുന്ന ലോക്സഭാ ഇലക്ഷനിൽ ഒരുപക്ഷെ കോൺഗ്രസ് ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങളിലൊന്ന് ഈ പറഞ്ഞ ഫെഡറലിസത്തിൻ്റെ കൂടുതൽ ശക്തമാക്കുക എന്നുള്ളതാണ്. നമ്മൾ ഫെഡറലിസ്റ്റ് ശക്തമാക്കണമെന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ത്യ മുന്നണി പറയുന്നത് തന്നെ കൂടുതൽ സംസ്ഥാനങ്ങൾ ശക്തി കൊടുക്കണം എന്നുള്ളതാണ്. പക്ഷേ ഇവർ ചെയ്യുന്ന പ്രശ്നം, ഇവരുണ്ടാക്കുന്ന നറേറ്റീവ് കേന്ദ്രം ചെയ്ത തെറ്റുകൊണ്ട് മാത്രമാണ് ഇവർ പിന്നോട്ട് പോയത്. അതല്ല, കേന്ദ്രത്തിൻ്റെ തെറ്റുണ്ട്, പക്ഷെ അതിനെപ്പോലെ തന്നെ അതിനേക്കാളും വലിയ തെറ്റ് ഇവരെടുത്തിട്ടുള്ള സാമ്പത്തിക മിസ്മാനേജ്മെൻറ്റിലും ധൂർത്തിലുമുണ്ട്. കേരളത്തിൻ്റെ കടം ഈ 4 ലക്ഷം കോടി രൂപ എടുത്ത് എന്തിനാണെന്ന് മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. ഇനി പെൻഷൻ്റെ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. എന്താ, ഇലക്ഷൻ വരാൻ പോവുകയാണ്. ഒരു വർഷം 1000 കോടി രൂപ ഒരു മാസം പെൻഷൻ വേണം. എങ്ങനെയാണ് ഈ 5 മാസത്തെ പെൻഷൻ ഇവർ ഈ മാർച്ചിനോ ഏപ്രിലിനോ കൊടുക്കാൻ പോകുന്നത്? എൻ്റെ പേടി ഏപ്രിലൊക്കെ ആകുമ്പോഴത്തേക്കും എവിടെ നിന്ന് പൈസ കിട്ടണം? സർക്കാരിന് പണമില്ല. 10,000 കോടി ഉണ്ടെങ്കിലല്ലേ ഏപ്രിലിന് മുമ്പ് വിഷുവിന് പെൻഷൻ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എവിടെന്നെങ്കിലും പണം കണ്ടെത്തി കൊടുക്കാനുള്ള തീരുമാനങ്ങൾ സർക്കാർ എടുക്കുക എന്ന് മാത്രമേ പോസിറ്റീവായിട്ട് ഇപ്പോൾ പറയുന്നുള്ളൂ. ബാക്കി കേന്ദ്രത്തിനെതിരെയുള്ള ഈ വിഷയത്തിൽ ശക്തമായി കോൺഗ്രസ് തന്നെ അത് ലീഡ് ചെയ്യുകയാണ്. അത് ലീഡ് ചെയ്യുന്ന CPM അല്ല, ലീഡ് ചെയ്യുന്നത് കോൺഗ്രസ്. ആ ചർച്ചകളും നമുക്ക് ചർച്ച അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് പോകുമ്പോൾ ഇവിടെ ശ്രീ JR പത്മകുമാർ, ഈ ശബരിനാഥ് സൂചിപ്പിച്ച ഒരു ശരിയായ കാര്യമുണ്ട്. അതിപ്പോൾ കേരളത്തിന്റെ മാത്രം പ്രശ്നവുമല്ല. കേന്ദ്രത്തിലേക്ക് അല്ലെങ്കിൽ ഡൽഹിയിലേക്ക് ഇവിടെ നിന്ന് 1 രൂപ നികുതി ഇനത്തിൽ കൊടുക്കുമ്പോൾ എത്ര നമുക്ക് തിരിച്ചു കിട്ടുന്നു എന്നൊരു ചോദ്യം സ്വാഭാവികമായുണ്ടല്ലോ. അത് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് കേരളത്തിന് അത് 25 പൈസ മാത്രമാണ് 1 രൂപയ്ക്ക്. തമിഴ്നാട്ടിനത് 40 പൈസയാണ്, ആന്ധ്രാപ്രദേശിനത് 67 പൈസയാണ്, കർണാടകയ്ക്ക് അത് 47 പൈസയാണ്. അതേസമയം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് ഉത്തർപ്രദേശിനത് 1 രൂപ 79 പൈസയാണ്, ബീഹാറിന് 96 പൈസയാണ്, മധ്യപ്രദേശിന് 75 പൈസയാണ്, ഗുജറാത്ത് 28 പൈസ. ഗുജറാത്ത് ഒരു ഡെവലപ്ഡ് സ്റ്റേറ്റ് ആണല്ലോ. ഹരിയാന 18 പൈസ. അല്ല പറയൂ, മഹാരാഷ്ട്ര 8 പൈസ. മഹാരാഷ്ട്ര ഇവിടെ അല്ല അത് പറയൂ, ഇൻഡസ്ട്രിയലൈസ്ഡ് സ്റ്റേറ്റ് ആണല്ലോ മഹാരാഷ്ട്രയും ഗുജറാത്തും. സ്റ്റേറ്റ് വൈസിൽ അല്ല കൊടുക്കുന്നത് അഭിലാഷ്. അത് ഇൻഡിവിജ്വൽ ജനസംഖ്യ അനുസരിച്ച് ഓരോ സ്റ്റേറ്റുകൾക്കാണ് ഫിനാൻസ് കമ്മീഷൻ അവാർഡ് ചെയ്യുന്നത്. ഫിനാൻസ് കമ്മീഷൻ കൊടുക്കുന്നത് വേറെ. ഫിനാൻസ് കൊടുക്കുന്ന ഒരു ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. ഇവിടെ ഇപ്പോ ഈ പ്രശ്നം എന്താ വെച്ചാൽ എന്തുകൊണ്ട് അല്ല കേരളവും തമിഴ്നാടും അല്ലെങ്കിൽ ആന്ധ്രയും ഒക്കെ എന്തുകൊണ്ട് ഈ സംസ്ഥാനങ്ങൾക്ക് നമുക്ക് കിട്ടുന്ന പൈസ ഇവിടെ നമ്മൾ മെച്ചപ്പെട്ട ജനസംഖ്യ വർധനവിന്റെ കൺട്രോൾ ഉണ്ട്. അത് മാത്രമല്ല, അത് 15% വെയിറ്റേജ് കൊടുക്കുന്ന ജനസംഖ്യക്ക്. പിന്നെ എന്തുകൊണ്ടാണ് കേരളത്തെ സംബന്ധിച്ച് കേരളത്തിന്റെ വിഹിതം കുറയുന്നത്? ഇപ്പൊ പറയാനല്ല വേണ്ടത്. ഫിനാൻസ് കമ്മീഷൻ വന്നിട്ട് സ്റ്റേറ്റിൽ വന്നിട്ട് മന്ത്രിമാരെ, ജനപ്രതിനിധികളെ, ഉദ്യോഗസ്ഥന്മാരെ, ജനങ്ങളെ കാണുന്ന സമയത്താണ് ഈ ക്രൈറ്റീരിയ കുറിച്ച് ചർച്ച വരുന്നത്. ആ സമയത്ത് ബ്ലോക്കിനാകെ
അതല്ലാതെ ഇപ്പൊ സൗത്ത് ഇന്ത്യൻ ബ്ലോക്കിനാകെ ഇതാണ് അവസ്ഥ. അത് തെറ്റല്ല, അത് ശരിയാണ്. BJP ഭരിക്കുന്ന സംസ്ഥാനം BJP ഭരിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അത് തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടി BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് BJP സംസ്ഥാനങ്ങൾക്ക് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഇവിടെ കേരളം, തമിഴ്നാട്, ഈ ഫിനാൻസ് കമ്മീഷൻ അവാർഡ് വന്നപ്പോൾ BJP ആണല്ലോ കർണാടക ഭരിച്ചിരുന്നത്. ആ കർണാടകത്തിന് കംപ്ലൈന്റ് ഉണ്ട്, തമിഴ്നാടിന് കംപ്ലൈന്റ് ഉണ്ട്, കേരളത്തിന് കംപ്ലൈന്റ് ഉണ്ട്. പരിഹരിക്കാൻ ചർച്ചയിലൂടെ പറ്റൂ. അപ്പൊ ഇപ്പൊ ചെയ്യാനുള്ള എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ കിട്ടുന്നില്ല എന്നുള്ളതാണല്ലോ ആത്യന്തികമായ പ്രശ്നം. നോംസ് ഞങ്ങൾ വന്നപ്പോൾ നിങ്ങൾ 32% 40% ആക്കിയതോ? അതാക്കിട്ടെ 14ാം ധനകാര്യ കമ്മീഷൻ 42 ആക്കിയതോ? ഫിനാൻസ് കമ്മീഷന് മുകളിലുള്ള സമ്മർദ്ദത്തെ കുറിച്ച് നീതി ആയോഗിന്റെ CEO പറഞ്ഞതോ? പ്രധാനമന്ത്രി നേരിട്ട് പലതും പത്രത്തിൽ പറയും. നീതി ആയോഗിന്റെ ഒരു ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അങ്ങനെയാണ്. ഇപ്പൊ ചെയ്യാനുള്ള ഫിനാൻസ് കമ്മീഷൻ 42% നിലപാടെടുത്തപ്പോഴും പ്രധാനമന്ത്രി നേരിട്ട് ഇടപെട്ടു എന്ന് പറഞ്ഞത് നീതി ആയോഗിന്റെ CEO ആണ്, രാഷ്ട്രീയക്കാരൊന്നുമല്ല. അങ്ങനെയല്ല, പലരും അത് അദ്ദേഹം പത്രത്തിൽ പലതും വരും, അത് പിന്നീട് തിരുത്തുകയും ചെയ്യും. അത് നമുക്ക് പ്രസംഗിച്ചതാണ്, ആവശ്യമില്ലല്ലോ. അദ്ദേഹം പ്രസംഗിച്ചതാണ്, പത്രം എഴുതിയതല്ല. അങ്ങനെ സംസ്ഥാനങ്ങൾക്കൊരു നികുതി വിഹിതം കൊടുക്കുന്നത് ഫൈനാൻസ് കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ല, അതിനെ കുറയ്ക്കാൻ പറഞ്ഞാലും കൂട്ടാൻ പറഞ്ഞാലും പറ്റില്ല. അടുത്ത ഫൈനാൻസ് കമ്മീഷൻ വരുമ്പോൾ റിപ്പോർട്ട് കൊടുക്കും. കുറിച്ച് തന്നെ സംശയം ഉയർത്തുന്ന വിധത്തിലാണ് നീതി ആയോഗ് CEO ഫിനാൻസ് കമ്മീഷൻ പ്രസംഗിച്ചത്. ഞങ്ങളല്ല, ഇലക്ഷൻ കമ്മീഷൻ ഒക്കെ പോലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയാണ്. അതൊക്കെ അതിന്റെ പ്രവർത്തനം ആർക്കും ഇടപെടാൻ പറ്റില്ല. ഇവിടെ നമ്മളെ സംബന്ധിച്ച് നമ്മുടെ ഷെയർ എത്ര എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. മോദി തന്നെ കുറയ്ക്കണമെന്നില്ല, ആര് കുറച്ചാലും യൂട്ടിലൈസ് ചെയ്യാൻ കഴിയുന്നില്ല. സമയം അതിക്രമിച്ചു. വളരെ നന്ദി ശ്രീ ജാർ പത്മകുമാർ, ശ്രീ അരുൺകുമാർ, ശ്രീ ശബരിനാഥ് സംസാരിച്ചതിന്. സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുന്നു. നമസ്കാരം.